വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. എന്നെ കുറെ ഹേറ്റേഴ്സ് എന്നെ ഇട്ട് കറക്കിക്കൊണ്ടിരിക്കുക. സത്യമായിട്ട് എനിക്കിത് എന്താ സംഭവം എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അതായത് നമ്മുടെ ഇതിനെ തകർക്കാന്നുള്ള ഒരു ഉദ്ദേശത്തിൽ, നമ്മളുണ്ടാക്കിയ നല്ല പേര് തകർക്കാന്നുള്ള ഒരു ഉദ്ദേശത്തിൽ പലതരം പോസ്റ്റുകൾ വന്നു, പലതരത്തിലുള്ള മെസ്സേജസ് വരുന്നുണ്ട്. പേടി എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്നത്തെ ആവശ്യത്തിൽ കുറെ പെമ്പിള്ളേർക്കൊക്കെ ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. മീൻസ് അറിയണ്ടാന്നില്ലല്ലോ. ഇപ്പോഴാണ് ഇത് ഭയങ്കര ക്രൈമും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത്. സ്മോക്കി താങ്കളുടെ അച്ഛനാണോ അല്ലെങ്കിൽ നിന്റെ തന്തയാണോ എന്നുള്ള ഒരു തരത്തിലേക്ക് പോയി. അതായത് എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മരിച്ചതാ. ഇപ്പൊ നോർമലി നമ്മളൊരാളെ തന്തയ്ക്ക് വിളിക്കാന്ന് വെച്ചാൽ പ്രതികരിക്കില്ല. വീഡിയോ വേണമെങ്കിൽ ഉണ്ടാക്കാനുള്ള സംവിധാനം കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇത് ആദ്യം ഞാൻ എടുത്തപ്പോൾ തന്നെ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നെ ഇഷ്ടമില്ലാത്ത പല ആൾക്കാരും എൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അത് വേറൊരു തരത്തിലേക്ക് മാറ്റി. പുള്ളിയുടെ വൈഫിന് ഇപ്പോൾ മെസ്സേജ് എന്ന് വെച്ചാൽ ഞാൻ തേറും വൃത്തിയായിടൊന്നല്ല അയച്ചത്. ഇങ്ങനൊരു സംഭവം പുള്ളി ചെയ്യുന്നുണ്ട്. അത് അറിയാണ്ട് പെട്ടെന്ന് വെച്ചാൽ പുള്ളിനെ അതിൽ നിന്ന് ഒഴിവാക്കുന്ന എത്രയാണ് സംസാരിച്ചത്. ഞാൻ ഡൽഹി വണ്ടികൾ എടുക്കാറില്ല. മീൻസ് ഞാൻ ഇവിടെയുള്ള എനിക്ക് പരിചയമുള്ള ആൾക്കാരിൽ നിന്ന് വണ്ടികൾ ഞാൻ എടുക്കാറുള്ളൂ. ഡൽഹി വണ്ടികൾ എടുത്തിട്ട് വരുന്നവരുണ്ടായിരിക്കും. മീൻസ് ഇതൊക്കെ ഒരു ബിസിനസ് ആണ്. ഇപ്പൊ അവര് ഡൽഹിയിൽ നിന്ന് വണ്ടി എടുത്താൽ അവരതിൽ നിന്ന് കാശ് ഉണ്ടാക്കുന്നുണ്ട്. അതൊരു ജോലിയാണ്. ഈ പറഞ്ഞ ചാറ്റിന്റെ ഫെസ്റ്റൊക്കെ ഞാൻ വളരെ മാന്യമായിട്ടാണ് ഇവർക്കൊക്കെ മെസ്സേജ് അയച്ചതും ഇവർക്ക് എല്ലാവർക്കും ഞാൻ വൃത്തികേടായിട്ടുള്ള ഒരു കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടില്ല. നമ്മൾ മറ്റുള്ളവർക്ക് ഉപദ്രവമാവണ തരത്തിൽ ഇപ്പൊ ഈ പെറ്റിങ് പോലെയുള്ള ഒരു കാര്യങ്ങളും നമ്മുടെ അക്കൗണ്ട് വഴി ഒന്നും പ്രൊമോട്ട് ചെയ്യുന്നില്ല. എന്നിട്ട് എന്താ ഇത്ര ഹേറ്റേഴ്സ് എന്ന് അന്വേഷിച്ച് പോയപ്പോഴാണ് ഇങ്ങനെ കുറെ ആൾക്കാരും കൂടെ നമ്മുടെ ബിസിനസ്സിലും കയറിയിട്ട് ഇത്തരത്തിലുള്ള കളികൾ കളിക്കേണ്ടത് നമുക്ക് മനസ്സിലായത്. അരുൺ സ്മോക്കി എന്ന് പറഞ്ഞ ആള് ഭയങ്കര വലിയ കോടീശ്വരനായെന്നാണ് പുറമേള്. അല്ല അങ്ങനെ ഒരു താങ്കൾക്ക് തന്നെ ബ്രോ നമുക്കിപ്പോ എങ്ങനെ വേണമെങ്കിൽ നടക്കാന്ന്. ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു മോഡിഫിക്കേഷൻ ഞാൻ പ്രോത്സാഹിപ്പിക്കൂല, ഞാൻ അത് ചെയ്യണില്ല. അതായത് എന്റെ ഏത് വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് വരെ എടുത്ത് നോക്കിയാൽ ഐഡന്റി നമ്പർ പ്ലേറ്റ് ആയിരിക്കും. ഇപ്പോൾ നമ്മള് അരുൺ സ്മോക്കിയുടെ ഗ്യാരേജിന്റെ അടുത്താണുള്ളത്. പുള്ളിയുടെ കുറച്ച് വിശേഷങ്ങളും പിന്നെ കുറച്ച് പുള്ളി ചെറുതായിട്ടൊന്ന് എയറിലൊക്കെയാണ്. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് വന്നത്. നമസ്കാരം ബ്രോ. നമസ്കാരം. ഇപ്പോൾ എന്താണ് താങ്കളുടെ പുതിയ വിശേഷങ്ങൾ? പുതിയ വിശേഷങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാർ എടുത്തു വരണം, പിന്നെ ഒരു കാറ് പണിയാൻ വേണ്ടി കയറ്റിയിട്ടുണ്ട്, പിന്നെ വണ്ടി കച്ചവടം കാര്യങ്ങളൊക്കെ അങ്ങനെ കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട്. ശരിക്കും അരുൺ സ്മോക്കി എന്ന് പറഞ്ഞ ആൾക്കാരെ അറിഞ്ഞു തുടങ്ങിയത് വണ്ടിയുടെ റിവ്യൂസ് ഒക്കെ ചെയ്ത് സംഭവങ്ങളൊക്കെയാണ്. അതെ അതെ. ഇപ്പം അതിനകത്ത് നിന്നൊക്കെ മാറി വേറൊരു ലൈഫിലേക്ക് കൂടെ പോണേ. അതെന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ പുതിയ വണ്ടികൾ ഇറങ്ങുന്ന സമയത്ത് അതിൻ്റെ നെഗറ്റീവ്സ് പറയാൻ പാടില്ല. പിന്നെ ആ വണ്ടി ഇറങ്ങിയിട്ട് ഇത്ര ദിവസത്തിനുള്ള വീഡിയോ ചെയ്യാൻ പാടില്ല. അങ്ങനെ കുറേ നിബന്ധനകൾ വന്നു. പിന്നെ പല ഷോറൂമുകളിൽ ഇപ്പോൾ ടെസ്റ്റ് ഡ്രൈവ് വണ്ടികളും കാര്യങ്ങളൊന്നും കൊടുക്കണില്ലേ, പ്രത്യേകിച്ച് യൂട്യൂബേഴ്സിന് കൊടുക്കണില്ലേ. കാരണം എന്ന് വെച്ചാൽ ഒരു വണ്ടി ഇറങ്ങുമ്പോൾ തന്നെ അതിൻ്റെ പോരായ്മകൾ ആദ്യമായിട്ട് എടുത്ത് കാണിക്കുന്ന കുറേ ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വണ്ടിയുടെ ഇതിനത് ബാധിക്കുന്നുള്ള തരത്തിൽ, ഫ്യൂച്ചറിനെ ബാധിക്കുന്നുള്ള ശരിക്കും ഈ അരുൺ സ്മോക്കിനെ പോലുള്ള ആളുകളാണ് ഈ വണ്ടിയുടെ ജെന്യൂൻ ആയിട്ടുള്ള കുറച്ച് റിവ്യൂസ് പറയുന്നത്. ഞാൻ പണ്ട് ചെയ്തോർന്നു. പക്ഷെ ഇപ്പം ഞാൻ അങ്ങനെ എനിക്ക് തന്നെ സ്വയം തോന്നി തുടങ്ങി. നെഗറ്റീവ് പറയാൻ പാടില്ല എന്ന് പറയുമ്പോൾ അതിൽ റിവ്യൂ എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ പിന്നെ വിട്ടു അത്. ഇപ്പോൾ കാറിൻ്റെ വണ്ടികളിലൊക്കെ മോഡിഫിക്കേഷനൊക്കെ ആയിട്ട് ആ ഒരു രീതിയിൽ. അപ്പോൾ അങ്ങനെ ഒരു ചേഞ്ച് വന്നു കഴിഞ്ഞപ്പോൾ ഓഡിയൻസിൻ്റെ ഒക്കെ ഒരു റെസ്പോൺസ് എങ്ങനെയുണ്ട്? എനിക്ക് തോന്നുന്നു കാറുകളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പഴയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബൈക്കുകളെ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം കൂട്ടുകാരന്മാരായിരുന്നു. മീൻസ് അത്രയധികം ഫോളോവേഴ്സ് ആയിരുന്നു. കാർ ആദ്യമായിട്ട് എടുത്തതിന് ശേഷമാണ് എൻ്റെ ചാനലിൽ നല്ല രീതിയിലുള്ള ഒരു ഗ്രോത്തും അതേപോലെ തന്നെ നല്ല രീതിയിലുള്ള ഒരു വരുമാനമൊക്കെ എനിക്ക് വന്നു തുടങ്ങി. ശരിക്കും അരുൺ സ്മോക്കി എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഏറ്റവും വലിയ ക്രേസ് ബൈക്കുകളായിരുന്നല്ലോ. നേരത്തെ മുതലുള്ള ഇന്റർവ്യൂസ് ആണെങ്കിലും ഭയങ്കര ആഗ്രഹമായിരുന്നു. പിന്നെ ഇപ്പോഴും ബൈക്കുകളുണ്ട്. എന്ന് വെച്ചാൽ എനിക്കിപ്പോൾ കാറുകളിലേക്ക് ഭയങ്കരമായിട്ടൊരു ക്രേസ് കയറി. അതായത് എനിക്ക് കാർ ഓടിക്കാൻ പോലും മര്യാദയ്ക്ക് അറിഞ്ഞോർന്നില്ല. പക്ഷേ എനിക്ക് എന്താണെന്നറിയില്ല, ഏത് വണ്ടിയാണെന്ന് വെച്ചാലും നമുക്ക് ഒരേപോലെ എന്ന് പറയണ പോലെ തന്നെ. അല്ല ശരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈക്കിൽ ഇഷ്ടമുള്ള വ്യക്തി ഡിഫറെൻ്റ് ആയിട്ടുള്ള വണ്ടികൾ മേടിക്കണം, ഡുക്കാട്ടി പോലെയുള്ള വലിയ വണ്ടികൾ മേടിക്കണം. അങ്ങനെ നിന്ന് മാറി പെട്ടെന്ന് ഈ കാറുകളിലേക്ക് ഒരു ചേഞ്ചസ് വരണം. ആ നിമിഷം എങ്ങനെയാണ് ശരിക്കും? അത് എനിക്കറിയില്ല ബ്രോ. അതെനിക്ക് തോന്നുന്നു പ്രായത്തിൽ ഓരോ മാറ്റങ്ങൾ വരില്ലേ, അതുകൊണ്ടായിരിക്കാം. എന്ന് വെച്ചാൽ എനിക്കിപ്പോഴും ബൈക്ക് റൈഡും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്. ഇപ്പം എൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു സ്ഥലത്തേക്ക് ബൈക്കിലുണ്ടോയെന്ന് ചോദിക്കാൻ റൈഡ് ഉണ്ടോയെന്ന് ചോദിക്കാൻ ഞാൻ പോകും. അതേപോലെ തന്നെ എനിക്ക് കാറിനെ പറ്റിയിട്ട് ഇത്രയും വലിയൊരു കമ്മ്യൂണിറ്റിയാണെന്ന് എനിക്ക് അറിഞ്ഞോർന്നില്ല. കാറുകളൊക്കെ ഇഷ്ടപ്പെടുന്നവർ, കാറുകൾ ഇഷ്ടപ്പെടുന്നവരുണ്ട്, ബസ്സുകൾ ഇഷ്ടപ്പെടുന്നവരുണ്ട്, ടിപ്പറുകൾ ഇഷ്ടപ്പെടുന്നവരുണ്ട്, ട്രെയിൻ, അതേപോലെ തന്നെ വിമാനങ്ങളുടെ പേരുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോധം പോകും. അങ്ങനെ പല കാറ്റഗറി വണ്ടിപ്രാന്തന്മാരുണ്ട്. വണ്ടിപ്രാന്തന്മാരെന്ന് പറയുമ്പോൾ എല്ലാ വണ്ടികളും ഇഷ്ടപ്പെടുന്നവർ മാത്രമല്ല. ഇപ്പോൾ വിമാനങ്ങളുടെ ഒക്കെ ഡീറ്റെയിൽസ് ഒക്കെ ഇപ്പോൾ 4 ദിവസം മുമ്പ് ഞാൻ ഫേസ്ബുക്കിൽ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ആ പുള്ളിയുടെ അടുത്ത് വെച്ചപ്പോൾ ഇവ ഇതിൻ്റെയൊക്കെ ടെക്നിക്കലായിട്ടുള്ള പേരുകൾ പറയാം. എൻ്റെ കിളി പോയി. ഞാൻ ചോദിച്ചു ബ്രോ ഇതുവരെ പഠിച്ചു? ഞാൻ +2 കഴിഞ്ഞു. ക്രൈസിലാണ് ആൾ ഇതൊക്കെ ഇരുന്ന് പഠിച്ചത്. അപ്പോൾ അതേപോലെ എനിക്ക് കാറുകളിലേക്ക് ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് കയറണം എന്നുണ്ടായിരുന്നു. മൊത്തത്തിൽ നമ്മൾ നെക്സോണിൻ്റെ ഏറ്റവും ബേസ് മോഡൽ എടുത്ത് പണി തുടങ്ങി. ഇപ്പോഴത്തെ പോർഷയിലെത്തിക്കണം. ഇപ്പോൾ ഈ പോർഷ ആണെങ്കിലും BM ആണെങ്കിലും ബെൻസ് ഇതൊക്കെ സെഡാൻ ടൈപ്പ് വണ്ടികളാണല്ലോ. അപ്പോൾ അതിനോട് കൂടുതൽ ഇപ്പോൾ എനിക്ക് SUV ടൈപ്പുള്ള വണ്ടികളാണ് കൂടുതൽ ഇഷ്ടം. താങ്കളുടെ സെഡാൻ ടൈപ്പ് വണ്ടികളാണ് കൂടുതൽ. അതാ ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ്. ഈ കാറിൻ്റെ കാറ്റഗറികൾ തന്നെ നമ്മൾ മുറിച്ച് നോക്കുന്ന സമയത്ത് അതിൽ സെഡാൻ ഉണ്ടാവുമായിരിക്കും. അതേപോലെ ഓഫ് റോഡിങ് ഇഷ്ടപ്പെടുന്നവർക്ക് ആ ഒരു 4x4 ആ ഒരു സെഗ്മെൻറ്റിലെ വണ്ടികളുണ്ടായിരിക്കും. ഞാൻ ചെന്ന് വിട്ടത് സെഡാനില്ല. എൻ്റെ അടുത്ത് കുറേ ആൾക്കാർ പറയുന്നുണ്ട് ഒരു 4x4 എടുക്കും ബ്രോ. പക്ഷേ എനിക്കിതെന്താണോ എനിക്കിത് ഭയങ്കര ക്രേസ്. ഒരു സെഡാൻ ടൈപ്പ് അതിൻ്റെ ഒരു ട്രാവലിങ് കാര്യങ്ങളൊക്കെ എനിക്കിഷ്ടം.
പിന്നെ ഇത് അരിൻ സ്മോക്കി എന്ന് പറഞ്ഞ റിവ്യൂവർ ബൈക്കിൽ നിന്ന് കാറിലേക്ക് മാറിയപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ കൂടുതലായിട്ട് പഠിച്ചേ? ഞാൻ കാറുകളെ പറ്റിയിട്ട് ഓവറായിട്ട് കാര്യങ്ങളും വീഡിയോസൊക്കെ കണ്ടു തുടങ്ങി. അതായത് ഞാനല്ല, എന്നെക്കാളും കഴിവുള്ള ഒരുപാട് ആൾക്കാർ തന്നെ നമ്മുടെ മലയാളത്തിൽ ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട്. അപ്പോൾ അവരുടെ വീഡിയോസൊക്കെ ഞാൻ കൂടുതലും ഞാൻ തന്നെ അതിശയിച്ചു. അതായത് ഇത്ര നാളും ബൈക്കുകളുടെ ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്ത് തുറന്നു, പെട്ടെന്ന് കാറുകളിലേക്ക് ഞാൻ പോലും അറിയാണ്ട് ഞാൻ അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടിരിക്കുക. അതേപോലെ തന്നെ കമ്പാരിസൺ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യണു. അപ്പോൾ ആ ഒരു തരത്തിലേക്ക് പിന്നെന്തിട്ടാ അങ്ങനെ. ഇപ്പോൾ ഓടിച്ചുകളിൽ ഏറ്റവും കൂടുതൽ ഒരു എക്സ്പീരിയൻസ് തോന്നിയുള്ള കാർ ഏതായിരിക്കും ശരിക്കും? എനിക്ക് എല്ലാ കാറുകളും ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് സെഡാൻ കാറുകൾ കൂടുതൽ ഇഷ്ടം. എനിക്ക് BMW വണ്ടികൾ എന്താണെന്ന് അറിയില്ല, ഭയങ്കര ക്രേസാണ്. ഡ്രൈവേഴ്സ് കാറിനാണല്ലോ ഓൾറെഡി, ഡ്രൈവർമാർക്ക് ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് വരുന്ന വണ്ടിയാണല്ലോ BMന്റെ. എനിക്ക് പിന്നെ അത് ഇങ്ങനെ മീൻസ് ബാക്കി എല്ലാ കാറുകളും ഇപ്പോൾ പുറത്തുനിന്ന് കാണാൻ എക്സ്റ്റീരിയർ ഒക്കെ നല്ല ഭംഗിയുണ്ടെങ്കിലും ഇന്റീരിയറിൽ നമുക്ക് അങ്ങനെ ലക്ഷറി ഫീച്ചേഴ്സും കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. പക്ഷേ BMW എൻ്റെ ഏറ്റവും ബേസ് കാർ എടുത്ത് നോക്കിയാലും ഇന്റീരിയർ എക്സ്റ്റീരിയർ ഒക്കെ പക്കാ ഒരു ലക്ഷറി ഫീൽഡാണ്. എന്താണോ പെട്ടെന്ന് കണ്ടു ഇഷ്ടമായി അങ്ങനെ. ശരിക്കും എന്താണ് താങ്കൾ ഈ അടുത്തൊരു ഇന്റർവ്യൂവിൽ താങ്കൾ പറയുന്നത് കേട്ടു 2025 എൻ്റെ വർഷം, ആ വർഷത്തിൽ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്, പുതിയ ഷോറൂമുകൾ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്, കുറേ പ്ലാനുകളുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം സെറ്റായിട്ടാണ്, മീൻസ് ഇതിനെക്കുറിച്ച് കംപ്ലീറ്റ് പഠിച്ചിട്ടാണ് ഞാൻ ഈ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങിയാൽ മാത്രമേ വിജയിക്കുള്ളൂ. അപ്പോൾ ഏകദേശം 2 വർഷമായിട്ട് ഞാൻ ഷോറൂം തുടങ്ങിയിട്ട് ഇപ്പോഴും ഓരോ ആൾക്കാർ ഓരോന്ന് പറയണു, ഇന്ന രീതിയിലുള്ള കംപ്ലൈൻറ്റുകൾ ശരിയാക്കിയിട്ട് വേണം കൊടുക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ടയർ കിട്ടുന്ന സമയത്ത് ഒരു 80% ഒരിക്കലും ടയർ കൊടുക്കാൻ പാടില്ല. ഒരു ബ്രാൻഡ് ന്യൂ പോലെ ഒരു ബൈക്ക് കൊടുക്കുമ്പോഴായിരിക്കും ആൾക്ക് അത്രയും തൃപ്തി വരെ. ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ ഞാൻ ഷോറൂം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് ഞാൻ സ്വയം മനസ്സിലാക്കിയത്. അതായത് കംപ്ലൈൻ്റ് ഉള്ള വണ്ടി ഒരാളുടെ തലയിൽ കെട്ടി വയ്ക്കാന്നല്ല, മീൻസ് ചെറിയ കാര്യങ്ങൾ വരെ, ഒരു സ്ക്രാച്ച് ഉണ്ടെങ്കിൽ വരെ ചില ആൾക്കാർക്ക് വണ്ടി ഇഷ്ടാവില്ല. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ വണ്ടി ഷോറൂമിൽ നിന്ന് എങ്ങനെയാണോ കൊടുക്കുന്നത് ആ ഒരു രീതിയിൽ കൊടുക്കണം എന്നുള്ളൊരു ആശയത്തിലാണ് ഇപ്പം എൻ്റെ മൈൻഡ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു ഷോറൂം സ്റ്റാർട്ട് ചെയ്യണം. കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ് അവൻ്റെ എന്ന് പറയാൻ പാടില്ല നാട്ടുകാരും. അപ്പോൾ ആ ഒരു തരത്തിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കണം. ഒരു പുതിയ ഷോറൂം ഈ വർഷം സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്. സക്സസ് ആവുമെന്ന് വിചാരിക്കണം. ഇപ്പോൾ ഈ ഇത്ര വണ്ടികളുണ്ട്, 19 വണ്ടികളുണ്ട്. ഈ വണ്ടികളും ഓടാതിരിക്കുന്ന വണ്ടികളാണ്. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ അതിനുള്ളൊരു പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുന്നത്? മെയിൻ്റെനൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മാസത്തിൽ എനിക്കൊരു മാസത്തിന് മേലെ വണ്ടി ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബാറ്ററി ഡെഡായി പോകും. മീൻസ് അങ്ങനെ കമ്പനി ബാറ്ററികൾക്ക് 6 മാസം കമ്പനി തന്നെ വാറണ്ടി കൊടുക്കുന്നത്. അപ്പോൾ ബാറ്ററി എന്നൊക്കെ പറയുന്നത് ഏകദേശം 2000, 10 വണ്ടിയുടെ ബാറ്ററി കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ 20,000 രൂപ. അപ്പോൾ മെയിൻ്റെനൻസ് ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കൂടുതലായിട്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ലാഭം ഓക്കെ, അതിന് പുറമെ നമുക്ക് നെഗറ്റീവ് വരാത്ത രീതിയിലായിരിക്കണം. ഇപ്പോൾ ഒരാൾ വിളിച്ചിട്ട് ഇന്ന കംപ്ലൈൻറ്റ് പറയാന്ന് വെച്ചാൽ ബ്രോ അത് പ്രശ്നമില്ലേ, നിങ്ങൾ വണ്ടി റിട്ടേൺ ചെയ്ത് നമുക്ക് മാറ്റി കൊടുക്കാം എന്നുള്ളൊരു തരത്തിലേക്ക്, ആ ഒരു തരത്തിലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ സർവീസ് നന്നായാൽ മാത്രമായിരിക്കും നമുക്ക് സജഷൻ മുഖാന്തരം കച്ചവടങ്ങൾ വരുള്ളൂ. ഞാനിപ്പോൾ ഇത്ര ഉള്ളിലായിട്ടും കാസർഗോഡിൽ നിന്ന് ഒരാൾക്കാർ വരുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ആ ഒരു സർവീസിൻ്റെയാണ്. അപ്പോൾ അതെങ്ങനെ കൂടുതൽ ഇമ്പ്രൂവ് ആവുമെന്നാണ് ഞാൻ ശരിക്കും നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മെയിൻ്റെനൻസ് അത്യാവശ്യം വരുന്നുണ്ട്, ഒക്കെ കയ്യിൽ നിന്നാണ് കാശ് പോണത്. അപ്പോൾ ഈ ഒരു ഇൻഫ്ലുവൻസറിൽ നിന്ന് ബിസിനസ്മാനിലേക്ക് എന്നുള്ള മാറ്റം, അതിനുള്ള എന്തൊക്കെയാണ് അതിനുള്ള ചെയ്തിട്ടുള്ളത് ശരിക്കും? എനിക്ക് തന്നെ മനസ്സിലായിട്ടില്ല. മീൻസ് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് മെച്യൂരിറ്റി ആവുന്ന സമയത്ത് കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ മെച്യൂരിറ്റി ആവാത്ത സമയത്ത് ചെയ്തു വെച്ചാൽ പല കാര്യങ്ങൾക്കും ഞാനിപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുക. കുറേ ട്രോളുകൾ വരുന്നുണ്ട്. 2 ദിവസം മുമ്പ് ഒരു വീഡിയോ കുത്തിപ്പോയിട്ടുണ്ടായിരുന്നു, അരുൺ സ്മോക്കിയുടെ പേരിൻ്റെ അർത്ഥമൊക്കെ അറിയുമെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അത് ആ ഒരു സമയത്ത് ചെയ്തതിൻ്റെ കുറേ കാര്യങ്ങൾ ഇപ്പം എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ആ ഒരു സമയത്ത് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള കോൺടാക്ട്സ് ഉണ്ടല്ലോ, നമ്മൾ ആ ഒരു സമയത്ത് കമ്പനി ആയിട്ടുള്ള ആൾക്കാർ, പല ആൾക്കാരും ബിസിനസ് പരമായിട്ടുള്ള ആൾക്കാർ, അപ്പോൾ അവരുടെ കൂടെ ഒക്കെ നടന്നിട്ട് കുറേ ഐഡിയാസും കാര്യങ്ങളൊക്കെ കിട്ടി. ഞാനിപ്പോഴും വിശ്വസിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് കൊടുക്കുന്ന സർവീസിലായിരിക്കും ഒരാളുടെ ബിസിനസ് സക്സസ് ആവുക എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റ് ഞാൻ സെറ്റാക്കിയിട്ട് ഇപ്പം നല്ല രീതിയിൽ ഞാൻ ചേഞ്ചായി. സോഷ്യൽ മീഡിയ അതേപോലെ തന്നെ എനിക്ക് ഈ ഒരു കാര്യം ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. ആൾക്കാരുടെ അടുത്ത് നല്ല രീതിയിൽ പെരുമാറാൻ പറ്റുന്നുണ്ട്. ആൾക്കാരായിട്ട് മീൻസ് ഒരാളുടെ അടുത്ത് നമ്മൾ സംസാരിച്ച് കമ്പനി ആക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട് പിടിച്ചിട്ടുള്ളൊരു കേസാണ്. അപ്പോൾ അതൊക്കെ ഇപ്പം നടക്കുന്നുണ്ട്. കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാൻ തന്നെ ചേഞ്ച് ആക്കി. ഇപ്പം ഈ പേര് പറഞ്ഞാൽ അരുൺ സ്മോക്കി, സ്മോക്കി എന്നുള്ള പേര് നേരത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് കിട്ടണ മറ്റേ കുറച്ച് ചുവന്ന ചുണ്ടൊക്കെ ആയിട്ട് ഓർമ്മിക്കല്ല. ഞാൻ പണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. മീൻസ് നമ്മൾ റീച്ചിന് വേണ്ടിയിട്ട് കോപ്രായങ്ങൾ പലതും കാണിച്ചു കൂട്ടില്ലേ, അത്തരത്തിൽ മെച്യൂരിറ്റി ഇല്ലാത്തൊരു സമയത്ത് ഞാൻ ചെയ്തതാണ്. പക്ഷെ ആ വീഡിയോ ഇപ്പോൾ പൊന്തി വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചില്ല. കുറച്ച് ദിവസമായിട്ട് ഞാൻ കുറച്ച് എയറില്ല, അതിൻ്റെ കൂടെയാണ് ഇതെല്ലാം കൂടെ ഒരുമിച്ച് വന്നത്. പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മോക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഫ്ലുവൻസറിയും തുടങ്ങിയാണ്. പക്ഷെ ഇപ്പോൾ ഒരു ബ്രാൻഡായി. സ്മോക്കി എന്ന് പറഞ്ഞാൽ ചില നേരത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ മറ്റേ ഫേസ്ബുക്കിൽ 1500 ലൈക്കുള്ള പ്രൊഫൈൽ പിക്ചർ വയ്ക്കുന്ന ആൾക്കാരെയൊക്കെയാണ് സ്മോക്കി എന്നൊക്കെ വിളിക്കുന്നത്. പക്ഷെ അതിനെന്ന് വെച്ചിട്ട് നിങ്ങൾ ആ പേരിന് അത് ബ്രാൻഡാക്കി മാറ്റി. ഗ്യാരേജ് ഉണ്ട്, ഇപ്പൊ ഷോറൂംസ് വരുന്നു. ഒക്കെ ഈ സ്മോക്കി എന്നുള്ള ഒരു പേര് നിലനിർത്തിക്കൊണ്ട് തന്നെ കൊണ്ടുപോകണം. കാരണം എന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും ഒരു യൂണീക്ക് ആയിട്ടുള്ള ഐഡന്റിറ്റി വേണം. നിങ്ങളിപ്പോൾ എടുത്ത് നോക്കണ സമയത്ത് വെച്ചാൽ ഏതൊരു ബിസിനസ് ആണെങ്കിലും ഇപ്പോൾ പ്യൂമ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു പ്യൂമ ഉണ്ടായിരിക്കില്ല. പിന്നെ അപ്പുറത്തേക്ക് അക്ഷരം മാറ്റിയിടണം. അപ്പോൾ അതേപോലെ തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പം എൻ്റെ പേരോ ആൾക്കാർക്ക് അറിയാം. അപ്പോൾ എനിക്ക് പുതിയൊരു ബ്രാൻഡിലേക്ക് പോകേണ്ടതായിട്ട് വന്നില്ല. എൻ്റെ പേര് റിലേറ്റ് ആയിട്ട് തന്നെ ഞാനത് കൊണ്ടുപോയി.
അപ്പോൾ ഈ ഇപ്പോൾ പറഞ്ഞ ട്രോൾ വീഡിയോസ് ഒക്കെ പഴയ വീഡിയോസ് ഒക്കെ ട്രോളായിട്ട് എന്ന് വെച്ചാൽ എനി കിഡ്സിന്റെ വീഡിയോ അന്നത്തെ ഒരു ആവേശത്തിൽ ചെയ്ത വീഡിയോ ഒക്കെ ഇപ്പോൾ ട്രോളായിട്ട് വരുമ്പോൾ അത് പേടി എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്നത്തെ ആവശ്യത്തിൽ കുറെ പെമ്പിള്ളേർക്കൊക്കെ ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. മീൻസ് അറിയണ്ടാന്നില്ലല്ലോ. ഇപ്പോഴാണ് ഇത് ഭയങ്കര ക്രൈമും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത്. ഞങ്ങനെ എന്തെങ്കിലുമൊക്കെ പൊന്തി വന്നിട്ടുണ്ടെങ്കിൽ അടുത്ത ട്രോളും കൂടെ എനിക്ക് ചിലപ്പോൾ കിട്ടുമെന്നുള്ളൊരു പേടിയുണ്ട്. അതായത് ആ ഒരു സമയത്ത് ഞാൻ 2016 ഉണ്ടാക്കിയിട്ടുള്ള അക്കൗണ്ടാണ്. അതായത് എനിക്കൊരു 17-18 വയസ്സുള്ള സമയത്ത്. അപ്പം മുതലുള്ള എൻ്റെ പോസ്റ്റുകളൊക്കെ അതിലുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളൊരു എന്തെങ്കിലും ഒരു തമാശ ഇപ്പോൾ കുട്ടികൾ ചെയ്യണ പോലെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേറെ കേസാവും എന്നൊക്കെ പറയില്ലേ, അതേപോലെ പല കാര്യങ്ങളും ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അതിൽ പല കാര്യങ്ങളും ഇപ്പോൾ ഞാൻ പ്രശ്നം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. ഉണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ചെറുപ്പത്തിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ട് അത് ഭാവിയിൽ കറങ്ങി തിരിഞ്ഞ് നമ്മുടെ അടുത്തേക്ക് തന്നെ വരും നെഗറ്റീവായിട്ടുള്ള രീതിയിൽ. ആ ഒരു സമയത്ത് നമുക്ക് ഇതിൻ്റെ സീരിയസ്നെസ് കാര്യങ്ങളൊന്നും അറിയില്ലായിരിക്കും ചിലപ്പോൾ. പത്രത്തിലുള്ള കുറേ പോസ്റ്റുകൾ നേരത്തെ പറഞ്ഞ പോലെ പൊന്തി വരുന്നുണ്ട്. പക്ഷേ എനിക്ക് കുഴപ്പമൊന്നുമില്ല, എന്നെ വേറെ രീതിയിലൊന്നും ബാധിക്കണമെന്നില്ല. പിന്നെ ഞാൻ വിചാരിക്കും ഞാൻ തന്നെ ചെയ്തല്ല, അപ്പം ഞാൻ തന്നെ അനുഭവിക്കട്ടെ. പക്ഷേ ഈ അരുൺ സ്മോക്കി എന്ന് പറഞ്ഞ ആളിൻ്റെ ഒരു ഉയർച്ച, ഒരു ഇൻഫ്ലുവൻസർ, റിവ്യൂവർ അങ്ങനെയൊന്നും നിന്ന് ഇപ്പോൾ ഒരു ബിസിനസ് മാൻ എന്നുള്ള ഉയർച്ചയിൽ അത് ഇഷ്ടമില്ലാത്ത ഒരു സമൂഹം ഉണ്ടാവുമല്ലോ. ഇഷ്ടം പോലെ ഉണ്ട് ബ്രോ. ഞാനിപ്പോൾ 4 ദിവസം മുമ്പ് ഞാൻ ഒരു കൂട്ടുകാരൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫേസ്ബുക്കിൽ ഒരു ട്രോൾ കണ്ടു. ഞാൻ തിരിച്ച് ട്രോളി, അതിനെനിക്ക് വേറൊരു ട്രോൾ കിട്ടി. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ എനിക്ക് ഇത്ര അധികം ഹേറ്റേഴ്സ് ഉണ്ടെന്ന് അറിഞ്ഞത് അതിന് ശേഷമാണ്. അതായത് പലതരത്തിലുള്ള സ്ക്രീൻഷോട്ടുകളും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക. അതായത് നമ്മുടെ ഇതിനെ തകർക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ, നമ്മളുണ്ടാക്കിയ നല്ല പേര് തകർക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ പലതരം പോസ്റ്റുകൾ വന്നു, പലതരത്തിലുള്ള മെസ്സേജസ് വരുന്നുണ്ട്. പിന്നെ ഞാനും ആ തുടങ്ങി വെച്ച ആളും തമ്മിൽ വേറെ പ്രശ്നമൊന്നുമില്ല. തുടങ്ങി വെച്ച 2ാമത്തെ ആളായിട്ട് ഞങ്ങൾ സംസാരിക്കും, ഞങ്ങൾ തീർന്നു. പക്ഷെ എൻ്റെ ഹേറ്റേഴ്സ് കണ്ടമാനം അത് ആഘോഷിക്കുന്നുണ്ട്. അപ്പോഴാണ് എനിക്കൊരു തിരിച്ചറിവ് വന്നത്, ശരിക്കും ഇത്ര അധികം ആൾക്കാർക്ക് എന്നെ ഇഷ്ടമല്ല എന്നുള്ളൊരു കാര്യം. അല്ല, ഈ അരുൺ സ്മോക്കി എന്ന് പറഞ്ഞൊരു ബിസിനസ് മാൻ ആണ്, അല്ലെങ്കിൽ ബ്രാൻഡ് ആവുന്ന ഒരാളാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാർ ഇപ്പോൾ താങ്കൾ ഒരാൾ കളിയാക്കിയാലും അതിനെ വേറെ രീതിയിലും നേരിടണം എന്നുള്ളൊരു ഇപ്പോൾ അങ്ങനെ ഒരു തിരിച്ചറിവ് ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്നെ ഒരാൾ കളിയാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കൂടുതലും ഞാൻ പേഴ്സണലായിട്ട് എടുക്കാറില്ല. മീൻസ് നമ്മുടെ വീട്ടുകാരെ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ബിസിനസ്സിനൊക്കെ ആ ഒരു രീതിയിലേക്ക് ബാധിക്കുമ്പോൾ മാത്രമാണ് ഞാൻ പ്രതികരിക്കാറുള്ളത് ശരിക്കും. അല്ലെങ്കിൽ പിന്നെ എനിക്ക് തന്നെ തോന്നണം, മീൻസ് ഇവർ ചെയ്യണത് ശരിയല്ല, മറ്റുള്ളവർക്ക് ഒരുപാട് ആൾക്കാർക്ക് അത് വേദനിപ്പിക്കണം എന്നുള്ള തരത്തിൽ ഉള്ള കാര്യങ്ങളിൽ മാത്രമേ ഞാൻ ഇടപെടാറുള്ളൂ. അപ്പോൾ പൊതുവേ അങ്ങനെയുള്ളൊരു കേസിലാണ് ഞാൻ ചെന്ന് പെട്ടത്. പിന്നെ എന്താ അത് ഇപ്പൊ നടന്ന വിവാദം, ഇപ്പൊ എയർലായ വിവാദത്തെ കുറിച്ച് ചോദിക്കാണ്. എയർലായതല്ല ബ്രോ, എന്നെ കുറെ ഹേറ്റേഴ്സ് എന്നെ കറക്കിക്കൊണ്ടിരിക്കുക. സത്യമായിട്ട് എനിക്കിത് എന്താ സംഭവം എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. മീൻസ് ഞാനൊരു ആളെ എന്നെ ട്രോളി, മീൻസ് അയാളുടെ ഒരു കമന്റ് കണ്ടു, ഞാൻ അതിന് റിപ്ലൈ കൊടുത്തു. ട്രോള് പോലെ തന്നെ ഞാൻ ചെയ്തത്. പിന്നെ അത് പേഴ്സണലായിട്ട് എടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ അയാൾക്ക് ഇൻബോക്സ് കമന്റ് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാം, സ്മോക്കി താങ്കളുടെ അച്ഛനാണോ അല്ലെങ്കിൽ നിന്റെ തന്തയാണോ എന്നുള്ള ഒരു തരത്തിലേക്ക് പോയി. അതായത് എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മരിച്ചതാ. ഇപ്പോൾ നോർമലി നമ്മളൊരാളെ തന്തയ്ക്ക് വിളിക്കാന്ന് വെച്ചാൽ പ്രതികരിക്കുമല്ലോ. അപ്പം ഞാൻ പ്രതികരിക്കല്ല ഞാൻ ചെയ്തത്. ഞാൻ പേഴ്സണലി ഞാൻ പുള്ളിയുടെ അടുത്ത് പോയി ചോദിച്ചു, ബ്രോ നിങ്ങൾ എന്താ ഇത് ഇങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, ബ്രോ ഞാൻ നിങ്ങളിത് ഉദ്ദേശിച്ചിട്ടില്ലേ, നിങ്ങൾ വെറുതെ വന്ന് ഇതിൻ്റെ ഉള്ളിൽ തല വെച്ചാന്ന് പറഞ്ഞപ്പോൾ ഈ പുള്ളി കമൻറ്റിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് എന്നെ ഉദ്ദേശിച്ചിട്ടാണെന്ന് വെച്ചപ്പോൾ എന്നെ മാത്രമല്ല, അതായത് ഞാനും കൂടി ഉള്ള തരത്തിൽ എന്നുള്ള തരത്തിൽ റിപ്ലൈ കൊടുത്തപ്പോഴാണ് ഞാൻ ശരിക്കും അത് പ്രതികരിച്ചത്. BMA എന്നുള്ള തരത്തിൽ ഇട്ടു. അത് ആ ഒരു സമയത്ത് അച്ഛനെ വിളിച്ചതിൻ്റെ ദേഷ്യത്തിൻ്റെ പേരിലാണ് ഞാൻ ചെയ്തത് ഈ പുള്ളിയുടെ അടുത്ത്. അതിന് ശേഷം പിന്നെയും കുറേ പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ വന്നു. അതായത് അപ്പം എനിക്ക് മനസ്സിലായി ഈ തമാശ പോലെയല്ല ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കണമെന്ന്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് എൻ്റെ ഹേറ്റേഴ്സ് ഇതെടുത്ത് യൂസ് ചെയ്യണ പോലത്തെ ഒരു തോന്നലായിരിക്കും. ഇപ്പോൾ താങ്കൾ പറഞ്ഞ ചില വാക്കുകൾ മാത്രം കട്ട് ചെയ്ത് ഇപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സിനെ പറഞ്ഞ രീതിയിലൊക്കെ മാറ്റി. ബ്രോ നമുക്ക് എന്ത് വേണമെങ്കിൽ ന്യൂഡ് വീഡിയോ വേണമെങ്കിൽ ഉണ്ടാക്കാനുള്ള സംവിധാനം കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇത് ആദ്യം ഞാൻ എടുത്തപ്പോൾ തന്നെ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ അശ്വിൻ ഞാൻ സംസാരിച്ച് ഇപ്പോൾ പ്രശ്നമായി എന്ന് പറഞ്ഞ ആളുടെ അടുത്ത് പോയി പറഞ്ഞു, ബ്രോ നമ്മളിത് ഇങ്ങനെ ആവുമെന്ന് വിചാരിച്ചിട്ട് ഇതല്ല. ഞാൻ പോയിട്ട് പുള്ളിയുടെ അടുത്ത് സോറി പറഞ്ഞു. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മൈൻഡ് സെറ്റ് വെച്ചിട്ട് ഞാൻ തമാശയ്ക്ക് ചെയ്തൊരു കാര്യമാണ്. പക്ഷെ പുള്ളിയുടെ മൈൻഡ് സെറ്റിൽ പുള്ളി അത് സീരിയസ് ആയിട്ട് എടുത്തു എന്ന് എനിക്ക് തോന്നി. അപ്പം ഞാനാളും പറഞ്ഞ് കോംപ്രമൈസ് ആയി. പക്ഷെ അതിന് ശേഷം കുറേ ആൾക്കാർ, അതായത് എന്നെ ഇഷ്ടമില്ലാത്ത പല ആൾക്കാരും എൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അത് വേറൊരു തരത്തിലേക്ക് മാറ്റി. കാരണം ഇതിനകത്ത് തന്നെ പറയുന്നുണ്ട് താങ്കൾ നട്ടലില്ലാത്ത ആളാണ്. പുള്ളിയുടെ വൈഫിന് മെസ്സേജ് അയച്ചു. ബ്രോ അതിന്റെ ഞാനത് എന്തെങ്കിലും ഇത് വിവാദത്തിന്റെ ഞാനത് പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പൊ ഇവന്മാരെടുത്ത് അത് വേറെ രീതിയിലേക്ക് ആക്കുള്ളൂ. പക്ഷെ എൻ്റെ കയ്യിൽ അതിന്റെ ചാറ്റ് ഉണ്ടല്ലോ. ഞാൻ ഈ പുള്ളി ഞാനും അശ്വിനും തമ്മിലുള്ള പ്രശ്നത്തിൽ ഈ ഫേക്ക് ആയിട്ടുള്ള സ്ക്രീൻ റെക്കോർഡ് എന്നിട്ടുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പുള്ളി ഷെയർ ചെയ്തുകൊണ്ടിരിക്കുക. അതും ഞാൻ പറഞ്ഞില്ലേ, ഒരു ഞങ്ങൾ തമ്മിൽ വേറെ പരിചയങ്ങളും ഇല്ല, ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളും ഇല്ല. അപ്പം ഞാൻ ആളുടെ അടുത്ത് പോയി പറഞ്ഞു, ബ്രോ ഇതിങ്ങനെ സീരിയസ്, ഞാനിത് സൈബർ സെല്ലിൽ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്, നിങ്ങളുടെ പേര് ഇതിൽ വേണ്ട. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ കംപ്ലൈൻറ്റ് കൊടുത്തപ്പോൾ ഞാൻ നെഗറ്റീവ് കമൻറ്റ് ഇട്ടാൽ അല്ലെങ്കിൽ നിങ്ങളെ പേഴ്സണലി ഹേർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ അക്കൗണ്ട് തരാൻ പറഞ്ഞു. ഒക്കെ ഫേക്ക് ഐഡിയോളാണ്. അപ്പോൾ അത് കൊടുക്കാൻ പറഞ്ഞ സമയത്ത് പുള്ളിയുടെ ഫേക്ക് ഐഡി അല്ല, പുള്ളി ജെന്യുവിനായിട്ട് എനിക്ക് തോന്നി. പുള്ളിയുടെ കല്യാണ വീഡിയോസ് കിട്ടിയ സമയത്ത് പുള്ളിക്ക് ഞാൻ മെസ്സേജ് അയച്ചപ്പോൾ അത് ഇൻവിറ്റേഷൻ പോലെ പോയത്, ഒറ്റ മെസ്സേജാണ് പോയത് ഇൻസ്റ്റാഗ്രാമിൽ. ആ മെസ്സേജ് അയച്ചിട്ട് പുള്ളി കാണുന്നില്ല എന്ന് വെച്ചാൽ പുള്ളിയുടെ വീഡിയോ ആൾക്കാർ എന്നെ ടാഗ് ചെയ്ത് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ നോക്കിയപ്പോൾ പുള്ളി ടാഗ് ചെയ്തിട്ടുള്ള പുള്ളിയുടെ വൈഫ് എൻ്റെ
ഫോളോവറാ, എന്നെ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരി. അപ്പം ഞാൻ പുള്ളിക്കാരിക്ക് എന്തിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെസ്സേജ് ബ്രോ ഇങ്ങനെ നിങ്ങളുടെ ഹസ്ബൻഡ്, എനിക്ക് അവരെ പോയിട്ട് ചീത്ത പറയാൻ പറ്റില്ല, കാരണം എന്ന് വെച്ചാൽ അവർക്ക് ഈ കേസ് അറിയുമെന്ന് പോലും എനിക്കറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളുടെ ആളിങ്ങനെ സൈബർ ബുള്ളിങ് പോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, നിങ്ങളിത് അറിയണുണ്ടോ അത് പുള്ളിയുടെ അടുത്ത് പറയാമെന്നുള്ള തരത്തില്ല, അതായത് പുള്ളീനെ ഇത് അറിയിക്കുക എന്നുള്ള തരത്തിൽ തന്നെയാണ് ഞാൻ ചെയ്തത്. അതിനുശേഷം എൻ്റെ അടുത്ത് ആ കുട്ടി എനിക്ക് മെസ്സേജ് അയച്ചു, നിങ്ങൾക്ക് വല്ലതും പറയുകയാണെങ്കിൽ നേരിട്ട് പോയി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ചാറ്റ് ചെയ്തു, ഞാൻ അനിരുദ്ധം ചാറ്റ് ചെയ്ത് കഴിഞ്ഞു. അതായത് 3 മണിക്ക് ഞാൻ മെസ്സേജ് അയച്ചിട്ട് ഏകദേശം 5 മണിക്ക് എനിക്ക് റിപ്ലൈ തന്നെ. ഇതിനുള്ളിൽ ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് സംസാരിക്കുന്നുണ്ട്, പ്രശ്നങ്ങൾ തീരാന്നല്ല, ഞങ്ങൾ അങ്ങോട്ട് സംസാരിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് കാര്യങ്ങൾ ബ്രോ, ഇങ്ങനെ ഒരു ഫേക്ക് സ്ക്രീൻഷോട്ടാണ് എന്നുള്ള തരത്തിൽ, ഫേക്ക് ഇപ്പോൾ ഒറിജിനൽ ആണെന്ന് അതിൻ്റെ സ്ക്രീൻ റെക്കോർഡ് ഒന്ന് കാണിച്ചു തരാന്നുള്ള തരത്തിലൊക്കെ ഞങ്ങൾ സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു മെസ്സേജ് അയച്ചതിന് ശേഷം വൈഫ് എനിക്ക് തിരിച്ച് മെസ്സേജ് അയച്ചപ്പോൾ ഞാൻ പറഞ്ഞു സോറി ഹസ്ബൻഡിന് മെസ്സേജ് പോയോർന്നില്ല, ഞങ്ങൾ ഓൾറെഡി സംസാരിച്ചു, തെറ്റി അയച്ചാന്ന് പറഞ്ഞു. പക്ഷേ ഈ സ്ക്രീൻഷോട്ടിൽ ആ മെസ്സേജസ് ഒന്നുമില്ല, അതിൻ്റെ വോയിസും കാര്യങ്ങളൊക്കെ ഓൾറെഡി എൻ്റെ ഫോണിലും ഉണ്ട്. ഞാൻ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുന്നു, കാരണം എന്ന് വെച്ചാൽ അതൊരു പ്രശ്നത്തിലേക്ക് ഇനി പോകണ്ടെന്നുള്ളൊരു തരത്തിൽ. പക്ഷേ പൊന്തി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എയർലായി. പിന്നെ ഞാൻ വിചാരിച്ചു അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല, കാരണം എന്ന് വെച്ചാൽ പുള്ളിയുടെ വൈഫിന് ഇപ്പോൾ മെസ്സേജ് എന്ന് വെച്ചാൽ ഞാൻ തീറും വൃത്തിയായിട്ടൊന്നല്ല അയച്ചത്, ഇങ്ങനൊരു സംഭവം പുള്ളി ചെയ്യുന്നുണ്ട്, അത് അറിയാണ്ട് പെട്ടെന്ന് വെച്ചാൽ പുള്ളീനെ അതിൽ നിന്ന് ഒഴിവാക്കുന്ന തരത്തിലാണ് സംസാരിച്ചത്. ഇപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ തുടങ്ങണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടികളുടെ വിൽപ്പനയും അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ്. ശരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ പുറത്തുനിന്നുള്ള വണ്ടികൾ വരുന്നുണ്ട്, ഇവിടെ ഇഷ്ടംപോലെ വണ്ടികളുണ്ട്, വണ്ടിപ്രാന്തന്മാരുണ്ട്, വണ്ടി മോഹിച്ച് മേടിക്കാൻ നടക്കുന്നവരുണ്ട്. ഇതിൽ നമ്മൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഇല്ലായ്മയിൽ നിന്ന് നമ്മുടെ ആഗ്രഹത്തിന് നമ്മൾ ഉണ്ടാക്കിയ പൈസ കൊണ്ട് നമ്മളൊരു വണ്ടി വാങ്ങാം. അപ്പോൾ ആ ഒരു സമയത്ത് ഇവർ ചിലപ്പോൾ ട്രോളുന്നതായിരിക്കും, പക്ഷെ പേഴ്സണലി അത് മീൻസ് ഇപ്പം നമ്മളൊരു ഇപ്പം ചില ആൾക്കാരുണ്ട് ഈ സാധാരണക്കാർ NS അല്ലെങ്കിൽ R15 എടുത്ത് അവരെ കണ്ണാപ്പിന്ന് വിളിക്കുള്ളൂ, അല്ലെങ്കിൽ ഇപ്പോൾ ഐഫോണിനെ കണ്ണാപ്പിയേക്ക്. നമ്മളൊരു സാധാരണക്കാർ എന്തെങ്കിലും ഒരു വസ്തു നമ്മൾ ആഗ്രഹിച്ച് നമ്മൾ കഷ്ടപ്പെട്ട് സ്വന്തമാക്കാതെ ചിലപ്പോൾ EMI ആയിട്ട് എടുത്തതായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ വീട്ടുകാരെ കാല് പിടിച്ച് കരഞ്ഞിട്ടായിരിക്കാം ആയിരിക്കാം. അപ്പോൾ കുറച്ച് ആൾക്കാർ അവൻ കണ്ണാപ്പിയാണ്, R15 കണ്ണാപ്പി വേണ്ടി, ഐഫോൺ കണ്ണാപ്പി എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ വരുന്നുണ്ട്. ഇത് പേഴ്സണലി നല്ല രീതിയിൽ ഇത് എടുത്തവന്മാർക്ക് ഹേട്ടാവുന്നുണ്ട്, പക്ഷെ ആരും ഇത് പറയണില്ല എന്നുള്ളൂ. ഒരാൾ അങ്ങനെ അധ്വാനിച്ചിട്ട് അവൻ്റെ ഇഷ്ടത്തിന് ഒരു സംഭവം സ്വന്തമാക്കുന്ന സമയത്ത് എന്തിനാ മറ്റുള്ളവർക്ക് ചൊറിച്ചിൽ? ഇപ്പോൾ ഡൽഹിയിൽ പോയിട്ട് അവിടെ നിന്ന് ഡീസൽ അടിച്ചിട്ടാണെന്ന് വെച്ചാലും വണ്ടി ഇവിടെ എത്തിക്കണ്ടേ, അല്ലെങ്കിൽ ഡൽഹിയിൽ പോയിട്ടും പൈസ കൊടുത്താന്ന് വെച്ചാൽ ഈ സാധനങ്ങൾ ഇവിടെ കിട്ടണ്ടേ. അപ്പം ഞാൻ ഈ ഒരു പോസ്റ്റ് കണ്ട സമയത്ത് എനിക്ക് അതൊന്നും ഞാൻ സ്ക്രോൾ ചെയ്ത് പോകാനെന്നെ വിചാരിച്ചാൽ, മീൻസ് ഇങ്ങനത്തെ ആൾക്കാർ കുറേ ആൾക്കാരുണ്ട്, നമ്മളവരെ മൈൻഡ് ചെയ്തിട്ട് കാര്യമില്ല. പക്ഷേ അതിൽ എൻ്റെ പേരിൻ്റെ ഒരു റിപ്ലൈ കമൻറ്റ് കണ്ടുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിൽ ഇടപെട്ടത്. പിന്നെ ഇപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ കണ്ടിന്യൂ ഇപ്പോൾ ഞാൻ ചോദിച്ചതല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ താങ്കളൊരു ബിസിനസ്മാനാണ്, ഇതുപോലെയുള്ള നിരവധി വണ്ടികൾ ഇപ്പോൾ ഡൽഹിയിൽ നിന്നാണെങ്കിലും ഹരിയാന എന്നുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഇഷ്ടംപോലെ വണ്ടികൾ കേരളത്തിലേക്ക് വരുന്നുണ്ട്. ഇത് എങ്ങനെയാണ് ആളുകൾ ഇതിന്റെ നല്ലതും തിരിച്ചറിയുന്നത്? അല്ലെങ്കിൽ താങ്കളുടെ ബിസിനസ്മാൻ ആണല്ലോ, ഇപ്പൊ നിരവധി ഞാൻ ഡൽഹി വണ്ടികൾ എടുക്കാറില്ല, അങ്ങനെയല്ല. മീൻസ് ഞാൻ ഇവിടെയുള്ള എനിക്ക് പരിചയമുള്ള ആൾക്കാരിൽ നിന്ന് വണ്ടികൾ ഞാൻ എടുക്കാറുള്ളൂ. ഡൽഹി വണ്ടികൾ എടുത്തിട്ട് വരുന്നവരുണ്ടായിരിക്കും. മീൻസ് ഇതൊക്കെ ഒരു ബിസിനസ്സാണ്. ഇപ്പൊ അവര് ഡൽഹിയിൽ നിന്ന് വണ്ടി എടുത്താൽ അവരതിൽ നിന്ന് കാശ് ഉണ്ടാക്കുന്നുണ്ട്, അതൊരു ജോലിയാണ്. ഇപ്പൊ സെപ്റ്റി ടാങ്ക് ക്ലീൻ ചെയ്യുന്ന ആൾക്കാർ വരെ നമ്മുടെ നാട്ടിലുണ്ട്. അതെല്ലാ ജോലിക്കും അതിൻ്റെതായിട്ടുള്ളൊരു മഹിമയുണ്ടെന്ന് പറയണ പോലെ തന്നെ ഡൽഹിയിൽ നിന്ന് വണ്ടി എടുക്കുന്നവരുണ്ടായിരിക്കും. അത് തലയിൽ വെച്ച് കൊടുക്കുന്ന ആൾക്കാരല്ല ഞാൻ പറയണത്, നല്ല രീതിയിൽ വണ്ടി എടുത്ത് കൊടുക്കണവർ കൊടുത്തോട്ടെ. അപ്പോൾ ആ ഒരു വണ്ടി നമ്മൾ അവിടെ നിന്ന് എടുക്കാൻ വെച്ചാലും ഇവിടുന്ന് നമ്മൾ തിരിച്ചു വാങ്ങാൻ വെച്ചാലും നമ്മൾ പൈസ കൊടുക്കണ്ടേ? ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടികൾ എടുക്കുമ്പോൾ ഇപ്പോൾ താങ്കളാണെങ്കിൽ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇപ്പം അതാ ഞാൻ ചോദിച്ചത്. അതായത് ഇപ്പോൾ ബൈക്കിൽ നിന്ന് കാറിലേക്ക് മാറി, ഇപ്പോൾ താങ്കൾ ഇതുപോലെ ലക്ഷറിയസ് ആണ്, നിങ്ങളുടെ ഇഷ്ടത്തിന് പാഷന് പുറത്തിറങ്ങി, ചിലപ്പോൾ നിസ്സാര വിലക്കായിരിക്കും നിങ്ങൾ ആ നോക്കി കണ്ടെത്തി എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ വണ്ടികൾ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി ആൾക്കാർ ഈ സമൂഹത്തിലുണ്ട്, വണ്ടിപ്രാന്തന്മാരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് എന്താണ് ഇപ്പോൾ ഭയങ്കര പാഷനായിട്ട് എടുക്കുന്ന എല്ലാവർക്കും ആ വണ്ടി എങ്ങനെ എടുക്കണമെന്ന് ചിലപ്പോൾ അറിയണ്ടാവില്ല. ചിലപ്പോൾ ഈ വലിയ ഇൻഫ്ലുവൻസ് ആൾക്കാർ വരെ വണ്ടി എടുത്ത് അബദ്ധം പറ്റിയ ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ട്. ഏത് ഞാൻ പറയണില്ല, എന്നാലും എന്താ സംബന്ധിച്ചാലേ നമ്മൾ ഏത് വണ്ടി എടുത്താലും നമുക്ക് അറിയാവുന്ന ആൾക്കാരുണ്ട്. മീൻസ് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കോൺടാക്ട്സ് എനിക്ക് ഈ ഫീൽഡിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഞാൻ വണ്ടിയിൽ ഒരു വർക്ക് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ടയർ മാറണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും, വണ്ടിയുടെ മിറർ മാറണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അതായിട്ട് ഫീൽഡിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ള രീതിയിലുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മളൊരു വണ്ടി എടുത്തിട്ട് അവരെ കൊണ്ടുപോയി കാണിച്ച് അവരത് ഓക്കെ പറഞ്ഞ് അതിൻ്റെ സർവീസും കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ മോഡിഫിക്കേഷൻ പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ കയറ്റണത്. അപ്പം നമ്മുടെ കയ്യിലുള്ള വണ്ടികൾ പെർഫെക്റ്റ് ആയിരിക്കും. പിന്നെ ഞാനിത് സെയിലിന് വേണ്ടിയിട്ട് അങ്ങനെ വാങ്ങണതല്ല, അത് വിചാരിച്ചിട്ട് ഞാൻ ഭാവിയിൽ കാർ കച്ചവടം ചെയ്യില്ല എന്നല്ല ഞാൻ പറയണത്. ഇതൊക്കെ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ വാങ്ങണതാണ്, എൻ്റെ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾ ഇപ്പോൾ ഒരാളൊരു വണ്ടി എടുക്കണമെന്ന് ആഗ്രഹം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ വണ്ടി ഇപ്പോൾ ആനേനെ വാങ്ങാൻ അതിനെ തീറ്റി കൊണ്ടു നടക്കാനും ബുദ്ധിമുട്ടെന്ന് പറയുന്ന പോലെ തന്നെ നല്ല മെയിൻ്റെനൻസ് വരും. ഇപ്പോൾ ചില വണ്ടികൾക്കൊക്കെ എനിക്കിപ്പോൾ 1.5 ലക്ഷം രൂപയുടെ സർവീസ് എന്ന് പറയുന്ന സമയത്ത് ഇത് നോക്കാണ്ട് എടുക്കണവനെ സംബന്ധിച്ചിട്ട് 5 ലക്ഷം രൂപയ്ക്ക് BMW എടുത്തു, പിന്നെ 1.5 ലക്ഷം രൂപയുടെ സർവീസാണ്. അത് കഴിഞ്ഞിട്ട് അടുത്ത സർവീസ്. ഏറ്റവും ബെറ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ജർമ്മൻ കാറോടെ പറ്റിയിട്ടുള്ള ഒരു ഐഡിയ ഉള്ള ഒരാളുടെ അടുത്തുകൊണ്ട് വണ്ടി ചെക്ക് ചെയ്യുക. ഇപ്പോൾ ഡൽഹിയിലാണെങ്കിൽ പോലും ഇവിടെ നിന്ന് നാട്ടിൽ നിന്ന് ഒരാളെ കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്തിട്ട് എടുത്തില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോക്കറ്റ് കയറും. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ അതേപോലെ വണ്ടികൾ ചെക്ക് ചെയ്ത് എടുത്തു കൊടുക്കാൻ വേണ്ടി സഹായിച്ചിറങ്ങുന്ന ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ദിലീപ് PG എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരാളാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അറിയില്ല അതിൻ്റെ മീറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ റീപെയിൻറ്റിങ് ആണോ എന്ന് അറിയാം.
അതേപോലെ തന്നെ എഞ്ചിന് എന്തെങ്കിലും വൈബ്രേഷൻ, RPM എന്തെങ്കിലും വേരിയേഷൻ കാര്യങ്ങളുണ്ടോയെന്ന് അറിയാം. അതേപോലെ സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് വലിയൊരു ലിസ്റ്റായിട്ട് എടുക്കാം. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച്, അതായത് അതൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾ വണ്ടി എടുക്കാൻ കഴിഞ്ഞാൽ നമുക്കൊരു പ്രശ്നമില്ലാത്ത വണ്ടികൾ കിട്ടും. 100 വണ്ടികൾ തപ്പിയിട്ടായിരിക്കാം ചിലപ്പോൾ ഒരു വണ്ടി കിട്ടുക. ഇപ്പോൾ നിലവിൽ 3-4 വണ്ടികളുണ്ട്, കാറുകളുണ്ട്. അപ്പോൾ ഇതിൽ വേണ്ടായിരുന്നു എടുത്തതിന് ശേഷം പെട്ടു എന്ന് തോന്നിയ വണ്ടി ഉണ്ടായിരുന്നു? എനിക്ക് ടാറ്റ ഹാരിയർ എടുത്തിട്ട് ഞാൻ പെട്ടു തോന്നിയിട്ടുണ്ട്. കാരണം വെച്ചാൽ അത് ഞാൻ എടുക്കണ്ടായിരുന്നെന്ന് എനിക്ക് പലപ്പോഴും, ഞാൻ ആ കാറിനെ മോശമായിട്ട് പറയല്ല, പക്ഷേ എനിക്ക് കിട്ടിയ വണ്ടിക്ക് കുറേ കംപ്ലയിൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് സർവീസിൻ്റെ കുറച്ച് ഇഷ്യൂസ് ആയിട്ടുള്ള ഒരു സംഭവം. പിന്നെ ഞാനത് വിട്ടു. എന്തെങ്കിലും ആയിക്കോട്ടെ, മീൻസ് അവരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഷോറൂമിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് ഇതൊന്നും അറിയുന്നില്ലല്ലോ. മൈലേജൊക്കെ ഏകദേശം ഒരു 10 കിലോമീറ്ററിൻ്റെ അടുത്തേക്ക് ഡീസൽ വണ്ടിക്ക് കിട്ടണത്. അപ്പോൾ ഞാൻ മൈലേജ് മാത്രമായിട്ട് പറയല്ല, ഞാൻ അതും കൂടെ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. അതിന് പുറമെ നമ്മളിപ്പോൾ ഒരു 10 ദിവസമെങ്കിലും ഒരു മാസത്തിൽ ഷോറൂമിൽ സർവീസിനൊക്കെ കൊണ്ടുകൊടുക്കും. പിന്നെ മെയിൻ്റനൻസ് എനിക്ക് തോന്നുന്നു സർവീസ് കോസ്റ്റ് ഏകദേശം 20,000 രൂപയുടെ മേലേക്ക് ഉണ്ട് വണ്ടിക്ക്. 20,000 രൂപ 25,000 രൂപയ്ക്ക് ഞാൻ സർവീസ് ചെയ്യാറ്, പെയ്ഡ് സർവീസ്. അപ്പോൾ ഈ വണ്ടിയുടെ അതാണ് എൻ്റെ അതിശയം. ഇതിനൊക്കെ നമുക്ക് സ്പെയർ പുറത്തുനിന്ന് വെച്ചാലും കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു ഇത്ര വർഷം പഴക്കാണെങ്കിൽ എനിക്ക് വേറെ മെയിൻ്റനൻസ് ഒന്നും വരുന്നില്ല. ഒരു 7,000-8,000 കിലോമീറ്ററിൽ വിട്ട് ഓയിൽ ചേഞ്ച് ചെയ്യാമെന്നല്ലാണ്ട് വേറെ ഒരു പഞ്ചർ പോലും എനിക്ക് തന്നിട്ടില്ല. അപ്പോൾ അതാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇപ്പോൾ ഈ പുതിയ വണ്ടികൾക്ക് ഇത്ര അധികം കംപ്ലയിൻസ് ആണെന്ന് വെച്ചാൽ അതിൻ്റെ 100 ഇരട്ടി ഫീച്ചേഴ്സ് ഈ കാറിൽ വരുന്നുണ്ട്. ഇപ്പോൾ പോർഷെ ഉണ്ട്, ഇപ്പം അതെ, BM ഉണ്ട്. ഇതിൻ്റെയൊക്കെ മൈലേജ് എങ്ങനെയാണ് ശരിക്കും? പോർഷെ എനിക്ക് ഈ വണ്ടി ബെൻസിന് എനിക്ക് തോന്നുന്നു 16 കിലോമീറ്ററിന് മേലെ മൈലേജ് ഉണ്ട് ഡീസൽ. അതായത് ഇപ്പോൾ ഹാരിയറിനെക്കാളും കൂടുതൽ മൈലേജ്? ഹാരിയറിനായിട്ട് ഞാൻ കമ്പയർ ഇല്ല, കാരണം എന്ന് വെച്ചാൽ വേറെ സെഗ്മെന്റ് ആണ്. എന്നുവെച്ചാലും മൈലേജ് ഉണ്ട്, മെയിൻ്റനൻസ് എനിക്ക് കുറവാണ്. പിന്നെ ഓരോരുത്തരുടെ കയ്യിൽ കിട്ടണ പോലെ ഇരിക്കും. അപ്പം ഞാൻ നല്ല വണ്ടി നോക്കി എടുത്തോണ്ടായിരിക്കും ചിലപ്പോൾ എനിക്ക് ഇങ്ങനെ. ഇനി ഒരു പണിയുള്ള ഒരു വണ്ടി എടുത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പണികൾ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ടാറ്റേനെ പറഞ്ഞ പോലെ തന്നെ ബെൻസ് എടുത്തതിൽ ഞാൻ ഖേദിക്കുന്നു. ചിലപ്പോൾ അവൻ ചിലപ്പോൾ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു എന്ന് വരാം. എനിക്ക് കിട്ടിയ വണ്ടികൾ ഞാൻ സെലക്ട് ചെയ്തെടുക്കണോണ്ട് നല്ലതാണ്, അതുകൊണ്ട് എനിക്ക് വേറെ പ്രശ്നങ്ങളില്ല. ഈ മോഡിഫിക്കേഷൻസ് ഒക്കെ MVD അടക്കമുള്ള കുറേ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഇല്ലീഗലായിട്ടുള്ള ഒരു മോഡിഫിക്കേഷൻ ഞാൻ പ്രോത്സാഹിപ്പിക്കില്ല, ഞാനത് ചെയ്യണമില്ല. അതായത് എൻ്റെ ഏത് വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് വരെ എടുത്ത് നോക്കിയാൽ ID നമ്പർ പ്ലേറ്റ് ആയിരിക്കും. ഇത് വേറെ എനിക്ക് അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഈ പെയിൻറ്റ് ചെയ്തതിന് ശേഷം ഞാൻ MVD കൊണ്ട് വണ്ടി കാണിക്കണം. എന്നുവെച്ചാൽ മാത്രമാണ് എനിക്ക് RC ബുക്കിൽ കളർ ചേഞ്ച് ചെയ്ത് കിട്ടുള്ളൂ. ഇപ്പോൾ ഈ ഒരു വണ്ടി ആണെങ്കിൽ പോലും ഇതിൻ്റെ അലോയ്സും ഞാൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്, പക്ഷേ സ്റ്റോക്ക് ടയറാണ് ഞാൻ ഇതിൽ ഇട്ടേക്കുന്നത്. ഓക്കെ, മറ്റുള്ളവർക്ക് ഉപദ്രവമാണ് തരത്തിലുള്ള ഹോണ്, അതേപോലെ തന്നെ നമ്പർ പ്ലേറ്റ് ഊരി കളയുക, സൗണ്ട് ഭയങ്കരമായിട്ട് വണ്ടിയുടെ എഞ്ചിൻ റീമാപ്പ് ചെയ്യുക, അങ്ങനത്തെ ഒരു കാര്യങ്ങളും എക്സ്ട്രാ ലൈറ്റുകളും കാര്യങ്ങളും ഒന്നുമില്ല. നമ്മൾ സ്റ്റോക്ക് ആയിട്ടുള്ള വണ്ടീൻ്റെ ഭംഗി കൂട്ടാണ് ചെയ്യണത്, മനസ്സിലായോ? ഇപ്പോൾ ചിലവർ സീറ്റ് മോഡിഫിക്കേഷൻ ഒക്കെ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കംഫർട്ട് കൂട്ടാൻ വേണ്ടിയിട്ടായിരിക്കും. നടുവേന ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള സീറ്റും കാര്യങ്ങളൊക്കെ വയ്ക്കുക. ഇനിയിപ്പോൾ ലോങ് ട്രാവലിങ്ങിന് വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ നല്ല കുഷീനുള്ള സീറ്റുകൾ വേണ്ടി വരും. അങ്ങനെയുള്ള മോഡിഫിക്കേഷൻസ് മാത്രമേ നമ്മൾ ചെയ്യണുള്ളൂ. അതിൻ്റെ പേരിൽ വേറെ പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ വാഹനങ്ങളിൽ എവിടെയെങ്കിലും വലിയ ട്രിപ്പുകൾ പോയിട്ടുണ്ടോ? ട്രിപ്പുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാംഗ്ലൂരൊക്കെ ഞങ്ങൾ കാറിൽ പോകാറുണ്ട്, ട്രിപ്പായിട്ടൊന്നും പോകാറൊന്നുമില്ല. എന്നുവെച്ചാലും ലോങ് ഒക്കെ പോകാറുണ്ട്. ബൈക്കുകളും യാത്രകളൊക്കെ? ബൈക്ക് ഞാൻ ഓൾറെഡി ഓൾ ഇന്ത്യ ഫുള്ള് കവർ ചെയ്തു. അപ്പോൾ അങ്ങനെ ഇപ്പോൾ കാറുകളിലേക്ക് മാറി. അപ്പോൾ അങ്ങനെ ട്രിപ്പിനോ കാര്യങ്ങളിലൊക്കെ പ്ലാനുകളുണ്ടോ? ആഗ്രഹമുണ്ട് ബ്രോ, പക്ഷേ എവിടെ ചെയ്യിക്കണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി പണിക്ക് പോകണം എന്നുള്ള അവസ്ഥയായി. ചെറുപ്പത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല, പക്ഷേ വലുതായി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൈസ ഉള്ളവനെ ഇവിടെ വിലയുള്ളൂ. പക്ഷേ ഇപ്പൊ അരുൺ സ്മോക്കി എന്ന് പറഞ്ഞ ആള് ഭയങ്കര വലിയ കോടീശ്വരനായെന്നാണ് പുറമേള്. അല്ല, അങ്ങനെ ഒരു താങ്കൾക്ക് തന്നെ ബ്രോ നമുക്കിപ്പോ എങ്ങനെ വേണമെങ്കിൽ നടക്കാന്ന്. ബ്രോനെ ഇപ്പൊ റിച്ച് ആയിട്ട് ജീവിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രോന്റെ മനസ്സുകൊണ്ട് ബ്രോന് റിച്ച് ആയിട്ട് ജീവിക്കുക. അതിനിപ്പോ കാശ് വേണമെന്നൊന്നില്ല, അത് വിചാരിച്ചിട്ട് പണിക്ക് പോരുന്നല്ല. അല്ല, അങ്ങനെയല്ല. ഇപ്പൊ താങ്കൾ അങ്ങനെ കാണുന്ന കുറെ ആൾക്കാരുണ്ട്, അതില് താങ്കളെ എതിരാളികളായി കാണുന്ന ആൾക്കാരുണ്ട്, താങ്കൾക്ക് പണി തരാൻ നോക്കുന്ന ആൾക്കാരുണ്ട്, വേറെ രീതിയിൽ താങ്കൾ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെ തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും? എനിക്ക് അങ്ങനെ ഒരു ഫീൽ ഉണ്ടായിട്ടില്ല ബ്രോ. മീൻസ് ഞാൻ ആരെയും അങ്ങനെ കോമ്പറ്റീഷൻ മൈൻഡിൽ ഇതുവരെ കണ്ടിട്ടില്ല. മീൻസ് ഞാൻ എൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കി നടക്കുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതേപോലെയുള്ള ഇപ്പോൾ വേറൊരാൾ എന്നെ വെട്ടിക്കുകയോ അല്ലെങ്കിൽ ഇപ്പോൾ വേറൊരാൾക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടിയോ അയ്യോ ഞാൻ എന്ത് ചെയ്യും അങ്ങനത്തുള്ള പ്രശ്നങ്ങളൊന്നും എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. അതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നു ഇത്രയധികം കോണ്ടാക്ട്സ്, അതേപോലെ തന്നെ യൂട്യൂബിലുള്ള പല ആൾക്കാരായിട്ട് എനിക്ക് ഇപ്പോഴും കണക്ഷൻ ഉണ്ട്. പരസ്പരം അങ്ങോട്ട് ഇങ്ങനെ സംസാരിച്ചിട്ടില്ലാത്ത ആൾക്കാർ വരെ ഉണ്ടായിരിക്കും ഇപ്പോൾ ഈ ഫീൽഡിൽ. പക്ഷെ ഞാൻ ആരെ കണ്ട് സംസാരിച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളെ ഞാൻ പരിചയപ്പെട്ടിട്ട് എത്ര നേരമായി, മീൻസ് നമ്മൾ തമ്മിൽ ഒരു കമ്പനി ആയില്ലേ, അതേപോലെ തന്നെ ഞാൻ എല്ലാവരും നിൽക്കാറുള്ളൂ. പിന്നെ പണി തരാനുള്ളവർ ഞാൻ പറഞ്ഞില്ലേ, ഒരു ഗ്യാപ്പ് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും കത്തി കയറേണ്ട ഒരു സമയം ഉണ്ടായിരിക്കും. മീൻസ് ആ കയറുന്ന സമയത്ത് മാക്സിമം ഉണ്ടാക്കിയിടാം. അപ്പോൾ വീഴാൻ വേണ്ടിയിട്ട് കാത്തിരിക്കണ കുറേ ആൾക്കാരുണ്ടായിരിക്കും, നമ്മുടെ കൈ അങ്ങോട്ട് പിടിച്ച് അടിയിലേക്ക് അങ്ങോട്ട് വലിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാനിപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ മീൻസ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു തിരിച്ചറിവ് നല്ലതാണ്. നമ്മൾ ഇഷ്ടപ്പെടുന്നവർ മാത്രമല്ല എന്ന് അറിയുമ്പോൾ നമ്മൾ പല കാര്യങ്ങളിലും ഒരു അഹങ്കാരം വരില്ലോ, നമ്മൾ എന്ത് ചെയ്താലും ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്യുന്നുള്ള ഒരു തരത്തിൽ അഹങ്കാരം പോകുന്ന നല്ലതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പം ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായത് ഞാൻ പോസിറ്റീവായിട്ട് എടുക്കണല്ലോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ എല്ലാവർക്കും ഇഷ്ടമാണെന്നുള്ള ഒരു തിരിച്ചറിവ് മീൻസ് അങ്ങനെയായിരുന്നു ഞാൻ വിചാരിച്ചോർന്നത്. പക്ഷേ എൻ്റെ തകർച്ച മീൻസ് ഞാനൊന്ന് വീണ് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇത്ര അധികം ആൾക്കാർ എന്നെ തകർക്കാൻ വേണ്ടി കാത്തിരിക്കണമെന്ന് ഞാൻ മനസ്സിലാക്കിയത്. ഇനിയിപ്പോൾ എന്തായാലും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുള്ളൂ. ഇനി ഒരു ട്രോൾ കണ്ട പോലും ഞാൻ അടിയിൽ പോയി കമന്റ് ഇടില്ല. ഈ അതുപോലെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇൻഫ്ലുവൻസേഴ്സിനെയാണ് ആൾക്കാർ ഇപ്പോൾ കൊച്ചു കുട്ടികൾ മുതൽ കാണുന്ന, അവരെ കണ്ടിട്ടാണ് ഇപ്പോൾ
പല കാര്യങ്ങളും അങ്ങനെ അവർ അനുകരിക്കുന്നതിന് മാത്രമല്ല നിങ്ങളിപ്പോൾ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യണ പല കാര്യങ്ങളും എഫക്ട് ചെയ്യണം എന്നുള്ള തരത്തിലല്ലേ പ്രൊമോഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ. എനിക്ക് തോന്നുന്നു സിനിമകളും നല്ല രീതിയിൽ എഫക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ കുറേ സിനിമകൾ ഇറങ്ങിയതിന് ശേഷം ഭയങ്കരമായിട്ട് ക്രൈമും കാര്യങ്ങളൊക്കെ കൂടി. ഇപ്പോൾ ദൃശ്യം, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ഇപ്പോൾ ദൃശ്യം ഇറങ്ങിയതിന് ശേഷം അതേ രീതിയിലുള്ള കൊലപാതകം എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങളതിൽ ഒരു നല്ലൊരു ക്വാളിറ്റി ഞാൻ കാണാണ്, നിങ്ങളുടെ ഒരു ചിരി നല്ല രസമുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ എനിക്ക് ഇൻഫ്ലുവൻസ് ചെയ്യണമെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യാം. ഇൻഫ്ലുവൻസേഴ്സ് ഞാൻ അതുകൊണ്ട് മാത്രമല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെയുള്ള പല യൂട്യൂബേഴ്സും കാര്യങ്ങളും അവർ ബെറ്റിംഗ് ആപ്പുകളിലുള്ള താങ്കൾ ചെയ്യുന്നില്ല, പക്ഷെ മറ്റുള്ളവർ ഞാൻ ചെയ്യണില്ല എന്നല്ല ബ്രോ. ഞാൻ ബിനോമോ ഉള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ പണ്ട് ഞാൻ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. മീൻസ് അതൊക്കെ പ്ലേ സ്റ്റോറിൽ ഉണ്ടായിരുന്നു. നമുക്ക് ഇന്ന രീതിയിലുള്ള ആപ്ലിക്കേഷൻസ് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് പേഴ്സണലി അറിയാവുന്ന ഒരുപാട് ആൾക്കാർ, അഭിജിത്തിനെ പോലുള്ള ആൾക്കാർ പറയുമ്പോഴാണ് നമ്മൾ ആലോചിക്കുന്നത് ഇതിങ്ങനെയുള്ള ഒരു സംഭവം നമുക്ക് പറഞ്ഞു തരാനോ നമ്മളെ കളിയാക്കാനോ അല്ലെങ്കിൽ ഇപ്പം നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്തതെന്ന് പറഞ്ഞു തരാനോ ആൾക്കാരുണ്ടായിരുന്നില്ല. ഇപ്പോൾ പലതരത്തിലുള്ള കമ്മ്യൂണിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇത്തരത്തിലുള്ള സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്തതെന്ന് ആരും പറയുന്നില്ല. അപ്പം മറ്റുള്ളവർ ചെയ്യണ കണ്ടിട്ട് നമ്മളും ബിനോമോ പോലുള്ള പല ആപ്ലിക്കേഷൻസും പണ്ട് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. 1xbet ഒക്കെ മീൻസ് ഇവര് നമ്മൾ കാണുമ്പോൾ എന്നിട്ട് ഇവർക്കാണ് ശരിക്കും IPL അല്ലെങ്കിൽ ഇപ്പോൾ 24 ന്യൂസിന്റെ ന്യൂസുകളുടെ മേളിലൊക്കെ 1xbet 4xbet പോലെയുള്ള സംഭവങ്ങളായിരുന്നു ശരിക്കും കൊടുത്തോടുന്നത്. എനിക്ക് തോന്നുന്നു 2022 അങ്ങനെയാണ് ഇതിനെതിരെ ഒരു നല്ല രീതിയിലുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു സംഭവം വന്നത്. അതായത് യൂട്യൂബിൽ ഇത് ചെയ്യണവർക്കെതിരെ സ്ട്രൈക്ക് കൊടുത്തിറങ്ങി. അതിനുശേഷം നമ്മുടെ ഇവിടെ വന്നിട്ട് ഒരാൾ പറഞ്ഞു, ബ്രോ ഇങ്ങനെ ചെയ്യരുത്, കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിലറിയാണ്ട് റമ്മി കളിച്ചിട്ട് എൻ്റെ പൈസ നഷ്ടപ്പെട്ടു. ഇത് കളിക്കണോണ്ട് കുഴപ്പമില്ല, ഇത് കളിക്കാൻ അറിയണവരെ സംബന്ധിച്ചിടത്തോളം ഇത് പൈസ കിട്ടുന്ന ഒരു പരിപാടിയാണ്. പക്ഷെ അറിയാത്തൊരു പൈസ കിട്ടുന്നുള്ള ഒരു ചിന്തയിൽ മാത്രം ഇതിലേക്ക് പോയിട്ട് എൻ്റെ കുറേ പൈസ പോയി ബ്രോ, നിങ്ങൾ ഇത് ചെയ്യണത് ശരിയല്ല എന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ ഇതേവരെ അത്തരത്തിലുള്ള സംഭവങ്ങളിലേക്ക് ഞാൻ എത്തിച്ചു കിട്ടില്ല. ശരിക്കും ആ വ്യക്തിയാണ് താങ്കൾക്ക് തിരിച്ചറിവുണ്ടായി തന്നെ? ആ ഒരു വ്യക്തി മാത്രമല്ല ബ്രോ, എനിക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഇവൻ വന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ ഇത്തരത്തിലുള്ള പല സംഭവങ്ങളെ പറ്റിയിട്ട് ഞാൻ യൂട്യൂബിൽ നമുക്ക് ഇപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ന്യൂസും കാര്യങ്ങളൊക്കെ കിട്ടും. ഒരാൾ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് അത് ഫേക്കാന്ന് ഞാൻ വിശ്വസിക്കുന്ന ആളല്ല. അപ്പം ഞാൻ ഇത് സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരുപാട് ആൾക്കാർ ഇത്തരത്തിലുള്ള സംഭവങ്ങളിൽ പെട്ട് ആത്മഹത്യ വരെ ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ അന്ന് തീരുമാനമെടുത്ത ജീവിതത്തിൽ ഞാൻ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ പ്രൊമോട്ട് ചെയ്യില്ല. എനിക്കിപ്പോൾ 5 ലക്ഷം മുതൽ എനിക്കിപ്പോൾ 2.2 മില്യൺ ഫോളോവേഴ്സ് ഉണ്ട്, 1.8 യൂട്യൂബിലുണ്ട്, 600 എൻ്റെ അടുത്ത് ഫേസ്ബുക്കിലുണ്ട്. എനിക്ക് ഒരു വീഡിയോന് ഇവർ കമ്മീഷൻ ബേസിലാണ്. വ്ളോഗ് ഉണ്ട് വേറെ ഇഷ്ടമാണ് വ്ളോഗ് ചാനലുണ്ട്, എനിക്ക് 5-6 ചാനലുണ്ട്. അപ്പോൾ ഇവർ കമ്മീഷൻ ബേസിലാണ്. ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര രൂപ മന്ത്ലി തരും. യൂട്യൂബിൽ 50,000 രൂപ ഇട്ടാൽ ഇവർ 5 ലക്ഷം രൂപ തരും. ഇൻസ്റ്റാഗ്രാമിൽ റീൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 5 ലക്ഷത്തിന് മേലെ നമുക്ക് കിട്ടും. പക്ഷേ എനിക്ക് അത്തരത്തിലുള്ള പൈസ വേണ്ട എന്നുള്ളൊരു തോന്നൽ വന്നു. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ എനിക്കൊരു തൃപ്തി വരില്ല. ഇന്റർവ്യൂ തുടങ്ങിയ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വണ്ടികളുടെ നെഗറ്റീവ് പറയാൻ പാടില്ല, അതുകൊണ്ട് നിർത്തിയെന്ന്. അപ്പോൾ അത് ശരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ സമൂഹത്തിലേക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജ് തന്നെ തെറ്റായിട്ടുള്ളതാണ്. അപ്പോൾ താങ്കൾ നിർത്തി. പക്ഷെ ഞാൻ വണ്ടി വാങ്ങിച്ച് ഞാൻ റിവ്യൂ ഇട്ടുണ്ട്. മറ്റുള്ളവരുടെ വണ്ടി എന്തിനാണ്? നമ്മൾ ഗ്യാരേജിക്ക് ഒരു വണ്ടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് സമയം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അതെടുത്തിട്ട് അതിൻ്റെ നെഗറ്റീവ് വശങ്ങൾ ഇതൊക്കെയാണ് ഒരു റീലെങ്കിലും ഞാൻ ഇടും. അതുകൊണ്ട് തന്നെ എന്നെ മിക്ക ബ്രാൻഡുകൾക്ക് ഇഷ്ടമല്ല എന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും ത്രെട്ടുകളോ ഭയപ്പെടുത്തുന്ന കാര്യങ്ങളോ ഭീഷണികളൊക്കെ വന്നിട്ടുണ്ടോ? ഭീഷണികളൊന്നുമില്ല. മീൻസ് ഇത് തന്നെ പ്രശ്നം. നമ്മളൊരു ഇപ്പോൾ ഒരു വണ്ടിയുടെ ഒരു ഷോറൂമിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വലിയ വിലയൊന്നും ഉണ്ടാവില്ല. മീൻസ് മനസ്സിലായില്ലേ? ഇപ്പം ഞാൻ ഒരു ബജാജിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വണ്ടീനെ കുറിച്ച് ഞാൻ കുറ്റം പറഞ്ഞിട്ട് പിന്നീട് ആ ഷോറൂമിൽ പോകുന്ന സമയത്ത് നമുക്കൊരു കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു മൈൻഡ് സെറ്റ് ഇതുണ്ടാവില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മളെ മൈൻഡ് ചെയ്യില്ല, നമ്മളൊരു ജാതി അവോയ്ഡ് ആക്കണ പോലത്തെ ഒരു ഫീല് അങ്ങനത്തെ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്നിട്ട് വിചാരിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അത്തരത്തിലുള്ളൊരു ബൈക്ക് 3-4 മാസം വെയിറ്റ് ചെയ്ത് വാങ്ങും, പിന്നെ ഞാൻ റിവ്യൂ ഇടും. ആ ഒരു തരത്തിലേക്കായി. ഇപ്പോൾ ഗ്യാരേജ് ഉണ്ട്, സ്മോക്കി ഗ്യാരേജ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ. അപ്പോൾ അവിടെ നിന്ന് ഒരു വണ്ടി വാങ്ങുമ്പോൾ കസ്റ്റമർക്ക് കൊടുക്കുന്ന സർവീസുകൾ എന്തൊക്കെയായിരിക്കും? ഇപ്പോൾ ബ്രോ എൻ്റെ കയ്യിൽ ഒരു വണ്ടി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ കാര്യങ്ങളൊന്നുമല്ല, ക്ലച്ച് കേബിൾ കൂട്ടി ടയർ കൂട്ടി അല്ലെങ്കിൽ ഇപ്പോൾ ചെയിൻ സ്പോക്കറ്റ് അടിയുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളല്ല. നിങ്ങൾ ഉപയോഗിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പറയാം, നമ്മൾ അതിൻ്റെ ഫണ്ട് നമ്മൾ അപ്പം തന്നെ ക്ലിയർ ചെയ്ത് കൊടുക്കും. പക്ഷേ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ ആൾക്കാർ നമ്മളത് മുതലെടുത്തു. അതായത് ഇപ്പോൾ ഒരു നിഞ്ചൊക്കെ കൊടുത്തിട്ട് ഷോറൂമിൽ പോയിട്ട് ഷോറൂമിലത്തെ ആൾക്കാർ പരിചയമുള്ള കാരണം തന്നെ നമ്മളെ വിളിക്കും, ഇതാരും സ്മോക്കി ഗ്യാരേജ് നിർത്താം, ഇതിനൊരു 20,000 രൂപ പണിയുണ്ടെന്ന് പറയും. ബ്രോന് ഞാനൊരു 1000 തരാം, ഒരു സംഭവം ഉണ്ടെന്നുള്ള തരത്തിൽ പറഞ്ഞു. അപ്പോൾ അവരെന്നെ വിളിച്ചിട്ട് 20,000 രൂപ പണിയുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവൻ എൻ്റെ അടുത്ത് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അതായത് ബ്രോ എനിക്ക് റീഫണ്ട് വേണം, നിങ്ങൾ എന്നെ പറ്റിച്ചു എന്നുള്ള തരത്തിൽ. അവസാനം ഞാൻ കവാസാക്കിയിൽ നമ്മുടെ ഒരു മാനേജർ ഉണ്ടായിരുന്നു, ആളെ വിളിച്ച് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഇത് അവന്മാർ പറഞ്ഞിട്ടില്ല. അപ്പോൾ ആ ഒരു തിരിച്ചറിവ് വന്നോട് കൂടിയിട്ട് നമ്മളെ ഷോറൂമിൽ സർവീസ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും എമൗണ്ട് ഇട്ട് കൊടുക്കുക. ആ ഒരു തരത്തിലേക്ക് മാറി. പിന്നെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാനിലുണ്ടായിരുന്നു. പക്ഷേ ഇത്തരത്തിലുള്ള കുറച്ച് ആൾക്കാരും കൂടെ ഇതിലുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു തിരിച്ചറിവ് വന്നു. നമ്മൾ എന്ത് ചെയ്ത് കൊടുത്താലും നമുക്ക് നെഗറ്റീവ് വരും. ഇപ്പം ഞാൻ സർവീസ് ചെയ്ത് കഴിഞ്ഞാലും 4 ആൾക്കാരുടെ പറയും, അവൻ തന്ന വണ്ടി കംപ്ലൈൻ്റ് ആയിരുന്നു, സർവീസ് ചെയ്തതോ പൈസ കൊടുത്ത കാര്യം പറയില്ല. പിന്നെ എല്ലാവരും പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫ്രണ്ടിന് പണി കൊടുത്തു, അവൻ്റെ ഫ്രണ്ടിന് പണി കൊടുത്തു, ആരാണ് ഈ ഫ്രണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും ഉത്തരം ഉണ്ടാവില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഹേറ്റേഴ്സ് ഇപ്പം ഈ സംഭവം പൊന്തി വന്നപ്പോഴാണ് ഇത്ര അധികം. അത് താങ്കളുടെ ഗ്യാരേജിന് ബാധിച്ചില്ല ഭയങ്കരമായിട്ട്? നെഗറ്റീവ് റിവ്യൂ കിട്ടും, അതൊന്നും പ്രശ്നമില്ല ബ്രോ. പക്ഷേ ഇത്ര അധികം ആൾക്കാർ എനിക്ക് അറിഞ്ഞോർന്നില്ലേ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് എന്ത് ഈശ്വരം നമ്മുടെ അടുത്ത് നെഗറ്റീവ് പറയുന്നത്. മീൻസ് നമ്മൾ മറ്റുള്ളവർക്ക് ഉപദ്രവമാവണ തരത്തിൽ ഇപ്പോൾ ഈ ബെറ്റിംഗ് പോലെയുള്ള ഒരു കാര്യങ്ങളും നമ്മുടെ അക്കൗണ്ട് വഴി ഒന്നും പ്രൊമോട്ട് ചെയ്യുന്നില്ല. എന്നിട്ട് എന്താ ഇത്ര ഹേറ്റേഴ്സ് എന്ന് അന്വേഷിച്ച് പോയപ്പോഴാണ് ഇങ്ങനെ കുറേ ആൾക്കാരും കൂടെ നമ്മുടെ ബിസിനസ്സിലും കയറിയിട്ട് ഇത്തരത്തിലുള്ള കളികൾ കളിക്കേണ്ടത് നമുക്ക് മനസ്സിലായത്.
പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയിപ്പോൾ അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ലൈഫിലുള്ള കല്യാണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാനിനി അങ്ങനത്തെ വേറെ ഒറ്റ പ്ലാനുകളില്ല. മീൻസ് വേണ്ട, ഒന്നും ശരിയാവില്ല. ഞാൻ ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ അടിച്ചു പൊളിച്ച് പ്രണയ നൈരാശ്യങ്ങളാണല്ലോ പ്രശ്നം. പ്രണയ നൈരാശ്യങ്ങളല്ല, റിലേഷൻസ് മീൻസ് ഉണ്ടായിരുന്നു, പക്ഷെ നമ്മുടെ ലൈഫിൽ നിന്ന് പോയി. പിന്നെ അതിനെ പറ്റി ചിന്തിച്ചിട്ട് കാര്യമില്ലല്ലോ. പിന്നെ ഞാൻ ആ ഒരു ഭാഗത്തേക്ക് നോക്കിയിട്ടില്ല, കുറേ വർഷങ്ങളൊക്കെ ആയി. ഇപ്പോഴും അതും പറഞ്ഞിട്ട് തന്നെ കുത്തി നെഗറ്റീവ് കാര്യങ്ങൾ കുത്തി കമന്റ് ഇടുന്ന ആൾക്കാരുണ്ടായിരിക്കും. പക്ഷെ ഞാൻ അതിനെ പറ്റി ചിന്തിക്കുന്നില്ല. നമ്മുടേതല്ലാത്ത മിസ്റ്റേക്ക് കൊണ്ട് ആ ഒരു ഇതിൽ പോയി. അപ്പോൾ പിന്നെ നമ്മളും പിന്നെ ആ ഒരു ഭാഗത്തേക്ക് ചിന്തിക്കുന്നില്ല. ഇതുവരെ പിന്നെ കല്യാണം അങ്ങനത്തെ കാര്യങ്ങളെ പറ്റിയിട്ട് വീണ്ടും ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല, വേണ്ടാന്ന് വിചാരിക്കുന്നു. എന്നാലും ഇപ്പം അമ്മയോ താങ്കൾ മാത്രമേ ഉള്ളൂ, അപ്പം പക്ഷെ ഞങ്ങൾ സെറ്റാ, ഞങ്ങൾ ഹാപ്പിയാ. അമ്മ അതിനെങ്കിലും നിർബന്ധിക്കാതിരിക്കും. അല്ല പറയണ്ട്, വേണ്ടാന്ന് വെച്ചിട്ടാ. ഞാനിപ്പോൾ എൻ്റെ ഒരു ലക്ഷ്യത്തിലേക്ക് ഞാൻ എത്തിയിട്ടില്ല. എനിക്കൊരു വീട് വെക്കണം, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ 2025 താങ്കളുടെ സുവർണ്ണ വർഷം എന്നാണ് താങ്കൾ. ഞാൻ അങ്ങനെ വിശ്വസിക്കണു. പക്ഷെ തുടക്കത്തിൽ തന്നെ ഞാൻ എയറിലായിരുന്നു. അല്ല, അത് പറഞ്ഞതിന് ശേഷം അത് തന്നെ തുടക്കത്തിൽ തന്നെ എയറിലായി. അതിൽ തന്നെ ഞാൻ ഒരു പോക്ക് പോയി. ഞാൻ ഇന്നലെ 2 ദിവസം, പക്ഷെ എനിക്ക് ഒരു ഭാരം ഉണ്ടായിട്ടാ. ഇവരിത് പറഞ്ഞതിന് ശേഷം എനിക്ക് കുറേ ആൾക്കാർ, എന്നെ അറിയാത്ത ആൾക്കാർ, മീൻസ് 2 തരത്തിലുള്ള ആൾക്കാരുണ്ട്. എന്നെ കുത്തണം എന്ന് വിചാരിച്ച് ഇവർ ചെയ്താണെങ്കിൽ പോലും അരുൺ സ്മോക്കി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി, ഇങ്ങനെ വീഡിയോ ചെയ്യുന്ന ഒരാളുണ്ടെന്ന് അറിയാത്ത ആൾക്കാർ വരെ എന്നെ ഒന്ന് ഫോളോ ചെയ്തു. അവർ നോക്കുന്ന സമയത്ത് എൻ്റെ അക്കൗണ്ടിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ചിലപ്പോൾ ഫേസ്ബുക്കിലാണെങ്കിൽ പോലും ഞാൻ വേറൊരു രീതിയിലുള്ള വീഡിയോസ് ഒന്നും ചെയ്യില്ല. ഇപ്പോൾ ബ്രോൻ്റെ നാട്ടിലൊരു കഴിവുള്ള ഒരാളുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവനെ അവിടെ പോയിട്ട് സപ്പോർട്ട് ചെയ്യുക. അങ്ങനത്തെ വീഡിയോസൊക്കെ എൻ്റെ ഫേസ്ബുക്കിലും കാണുള്ളൂ. അപ്പം അങ്ങനെ കുറച്ച് ഫോളോവേഴ്സിന് കിട്ടി. ഇപ്പോൾ അരുൺ സ്മോക്കി എന്ന് പറഞ്ഞ ആൾ ഏതെങ്കിലുമൊക്കെ സമയത്ത് വീണ് പോകുമ്പോൾ കൈ പിടിച്ച ആൾക്കാർ, അവരെ കുറിച്ച് എന്താ പറയാനുള്ളത്? കൈ പിടിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൂട്ടുകാർ ഇപ്പോഴാണെന്ന് വെച്ചാൽ ഞാൻ ഗ്യാരേജ് തുടങ്ങുന്ന സമയത്താണെന്ന് വെച്ചാൽ നമ്മളെ സപ്പോർട്ട് ചെയ്ത് നിന്നിട്ടുള്ള നവീൻ, സച്ചിൻ, വൈശാഖ്, വിശാഖ്, പിന്നെ അമൽ, അങ്ങനെ കുറച്ച് കൂട്ടുകാരന്മാരുണ്ട്. അപ്പോൾ അവരൊക്കെ സെറ്റാണ്. അവരൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യും. മീൻസ് എൻ്റെ കാര്യങ്ങളിൽ ഇടപെടാന്നുള്ള തരത്തിലല്ല, എന്നുവെച്ചാലും മോശം സമയത്ത് നമുക്ക് ഇവരൊക്കെ പോയിരുന്നെങ്കിൽ നമുക്കൊരു കോൺഫിഡൻസാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ചേർന്ന് ഇങ്ങനെ ഒരു സംഭവത്തിലേക്ക് എത്തി എന്നുള്ളൊരു തിരിച്ചറിവ് എനിക്ക് വരും. ഇപ്പോൾ ഈ കരിയറിലെ പല സമയങ്ങളിലും പല രീതിയിലും എയറിലൊക്കെ ആയിട്ടുണ്ട്. എയറിൽ ഞാൻ അധികം പോവാറില്ല. ഞാൻ വല്ലപ്പോഴും പോകാറുള്ളൂ, അത് വല്ലാത്ത പോക്കായിരിക്കും. അപ്പോൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഒരു വിഷമം തോന്നിയ നിമിഷം ഏതായിരിക്കും ശരിക്കും? വിഷമം പോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വിഷമം തോന്നിയ ഒരു നിമിഷം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അങ്ങനെ എനിക്ക് വിഷമങ്ങൾ തോന്നിയിട്ടില്ല വല്ലാണ്ട് തന്നെ. അങ്ങനെ മീൻസ് പേഴ്സണൽ ലൈഫിൽ കയറി കളിക്കുമ്പോൾ മാത്രമേ എനിക്ക് അങ്ങനെ ഭയങ്കരമായിട്ടൊരു ഇതുപോലെ വരുള്ളൂ. ഇപ്പോൾ സ്മോക്കി ആണോ നിന്റെ തന്ത എന്നുള്ള രീതിയിലൊരു ക്വസ്റ്റ്യൻ, ഞാൻ അതിനെ താങ്കൾ അങ്ങനെ വിളിച്ചതല്ല, അപ്പോൾ അങ്ങനെ ചോദിച്ചൊരു കമന്റ് പറഞ്ഞു. ബ്രോ, നമുക്ക് ഒരാളെ വേദനിപ്പിക്കണമെന്ന് പറയുന്ന സമയത്ത് അവരത് ചിന്തിക്കുന്നില്ല. ഇപ്പൊ ബ്രോനെ സംബന്ധിച്ചിടത്തോളം, ബ്രോ ഒരു ഇഷ്ടപ്പെടുന്ന ഒരാളെ ഭയങ്കരമായിട്ട് ഒരാൾ ഇതാക്കിയിട്ടുണ്ടെങ്കിൽ, പ്രൊവോക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ബ്രോ തിരിച്ച് ചിലപ്പോൾ അടിക്കാൻ വരെ ബ്രോന് തോന്നും. മീൻസ് അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം എൻ്റെ അച്ഛനെ വിളിച്ചു കഴിഞ്ഞപ്പോഴാണ് ട്രോൾ എന്നുള്ള ഒരു തരത്തിൽ നിന്ന് അതൊരു സീരിയസ് എല്ലാ സംഭവത്തിലേക്ക് പോയി എന്ന് ഞാൻ വിചാരിച്ചു. എനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു, പക്ഷെ ആരോട് പറയാനാ. അപ്പോഴേക്കും ഇവരൊക്കെ വളഞ്ഞിട്ട് തന്നെ ആദ്യം ഒരു ആക്രമിച്ച എൻ്റെ കുറേ ചാറ്റുകൾ, സ്ക്രീൻ റെക്കോർഡ്. പക്ഷെ ഞാൻ ഇതിലൊന്നും മോശമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. ബ്രോ ഇങ്ങനെ എന്തിനു ചെയ്യണം എന്നുള്ള തരത്തിൽ. ഇപ്പോൾ പുള്ളിയുടെ വൈഫിൻ്റെ അടുത്ത് നോക്കിയാന്ന് വെച്ചാലും അത് പക്ഷെ ഒരു ട്രെൻഡായിട്ടുണ്ട് കേട്ടോ. പുള്ളിയുടെ വൈഫിന് ഇപ്പോൾ കുറേ ആൾക്കാർക്ക് അത് സ്ക്രീൻഷോട്ടൊക്കെ മെമ്മോ പോലെ ചെയ്ത് അത് കയറിപ്പോയി. എന്നെ അറിയാത്തവരും അതിൻ്റെ ഇപ്പോൾ ചാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് കുഴപ്പമില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ പേഴ്സണൽ ലൈഫിലേക്ക് കടന്ന് ചിന്തിക്കുമ്പോഴായിരിക്കും നമ്മൾക്ക് നമ്മുടേതായിട്ടുള്ള കൺട്രോൾസും കാര്യങ്ങളൊക്കെ പോവുക. ആ ഒരു സമയത്ത് ഞാൻ കാണിച്ചു കൂട്ടിയ കാര്യങ്ങളൊക്കെയാണ് ഇപ്പം എനിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് തിരിച്ചു തന്നേക്കണത്. അതിൽ ഞാൻ മോശമായിട്ടുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. ഇങ്ങനെ ഒരു സംഭവം ചെയ്യുന്നുണ്ട്, നിങ്ങളത് ശ്രദ്ധിച്ചില്ല എന്നുള്ള തരത്തിൽ ആളുടെ വൈഫിന് ഞാൻ മെസ്സേജ് ഉള്ളൂ, പുള്ളിക്ക് മെസ്സേജ് പോകാത്ത കാരണം. പക്ഷേ ആ ഒരു സമയത്ത് ഞാൻ ചെയ്ത എല്ലാ കാര്യങ്ങളും എന്നെ വട്ടിട്ടിട്ട് ഇപ്പോൾ എനിക്ക് പണിയെന്ന് പറയണ പോലെ. ഇപ്പോൾ ഈ സമയത്ത് സോഷ്യൽ മീഡിയയിൽ തന്നെയുള്ള താങ്കളെ പോലെ ഇൻഫ്ലുവൻസേഴ്സിൽ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ആരും വിളിച്ചില്ല. ആരും വിളിച്ചില്ല? അത് കുഴപ്പമില്ല, അവർ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരിക്കില്ല. ഇത്രയും വലിയ വിവാദങ്ങളുണ്ടായിട്ട് താങ്കളെ അപ്പോ ഇത് ഫേസ്ബുക്കിൽ മാത്രം നടക്കണതാ, അതാണ് എന്നെ ഞെട്ടിച്ചത്. വേറൊരാള് പറഞ്ഞിട്ടില്ല. ഫേസ്ബുക്കിൽ ഇങ്ങനെ ദിലീപേട്ട എനിക്ക് കുറച്ച് ഫോട്ടോസൊക്കെ അയച്ചു തന്നു. പിന്നെ GS Pro സൈബർ സെക്യൂരിറ്റിയുടെ ഒക്കെ ഒരു വക്കീലായ അഡ്വക്കേറ്റാ. അപ്പോൾ പുള്ളി ബെറ്റിങ്ങിനെതിരെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ ആളും മെസ്സേജ് തന്നു. ആ പുള്ളിയൊക്കെ എന്നെ നേരത്തെ ചോദിച്ചിട്ടോ, അരുണ നീ ഇത് കാണുന്നില്ലേ, നീ എനിക്കിത് കേസ് കൊടുത്തോടുന്നുള്ള തരത്തിലൊക്കെ പറഞ്ഞു. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ പറയണത് അവർക്ക് വിഷമം തോന്നാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളായിട്ടാണ് ഞാൻ അവരൊക്കെ കാണുന്നത്. എനിക്കുണ്ടാവുന്ന ഒരു പ്രശ്നത്തിൽ അവർക്ക് ഫീൽ ചെയ്തിട്ട് അവരതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചിട്ട് അവരിങ്ങനെ സംസാരിക്കുമ്പോഴേ അങ്ങനെ 1-2 പേര് അയച്ചു. പക്ഷെ പകുതി ആൾക്കാർ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. ഞാനും പിന്നെ ഇൻസ്റ്റാഗ്രാമിലൊന്നും ഇതിനെ പറ്റി സംസാരിച്ചിട്ട് പോലും ഇല്ല. പക്ഷെ ആ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ സ്റ്റോറി ഇട്ടു. ഫേക്കായിട്ടുള്ള പലതരത്തിൽ ഇത്തിരി അറിയപ്പെടുന്ന ആൾക്കാർ, സ്മാർട്ട് പിക്സ് മീഡിയ പോലത്തെ ടീമുകൾ വരെ അത് ട്രോളായിട്ട് ഇട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞു ഫേക്ക് സ്ക്രീൻഷോട്ടാണ്. ഞാൻ മിഥുൻ ചേട്ടനെ വിളിച്ചിട്ട് പറഞ്ഞു, മിഥുൻ ചേട്ടാ ഇത് എന്തെങ്കിലും ചെയ്യണത്, ഇതെല്ലാവരും അങ്ങോട്ട് ഇങ്ങോട്ട് അയച്ചു കളിക്കുന്നുണ്ട്, ഇത് ഇങ്ങനെ ഇപ്പോൾ ഫേക്ക് ആണെന്ന് അറിയാം, എല്ലാവരും പറയുമ്പോൾ ഇത് സത്യമാവില്ല എന്നുള്ള തരത്തിൽ ആള് പറഞ്ഞത്. കണ്ടിട്ടാണ് വരുന്നത്. ഇപ്പൊ നമ്മളതിനകത്ത് കണ്ടപ്പോൾ താങ്കൾ ഒരു ട്രാൻസ്ജെൻഡേഴ്സിന്റെ വാക്കുകളൊക്കെ. ബ്രോ, ഞാൻ ഇവരെ സപ്പോർട്ട് ചെയ്തിട്ട് വീഡിയോ ഇട്ടിട്ടുള്ള ഒരാളാ. മീൻസ് ഞാൻ അവർക്കെതിരെ മീൻസ് ആ ഒരു രീതിയിൽ ഞാൻ അങ്ങനെ എനിക്ക് തോന്നണില്ല. അല്ല, താങ്കൾ പറയുന്നില്ല. ഇപ്പൊ താങ്കൾ ഈ വിഷയം ചിലപ്പോൾ രമ്യതപ്പെടുത്തിയിട്ടുണ്ടാവും, വർഷങ്ങൾ പറഞ്ഞു തീർത്തിട്ടുണ്ടാവും. പക്ഷെ ഇതിനുള്ള സ്ക്രീൻഷോട്ടുകൾ, ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ തമ്മിൽ സംസാരിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തമാശ രീതിയിൽ സംസാരിച്ചു. പക്ഷെ
ഈ സ്ക്രീൻഷോട്ടോ ഇതിന്റെ സ്ക്രീൻ റെക്കോർഡോ വേറെ ഒന്നുമില്ല. ബാക്കി ചാറ്റുകളൊക്കെ ഓക്കെ. ഇതിലും ഈ പറഞ്ഞ ചാറ്റിന്റെ ഫസ്റ്റൊക്കെ ഞാൻ വളരെ മാന്യമായിട്ടാണ് ഇവർക്കൊക്കെ മെസ്സേജ് അയച്ചതും. ഇവർക്ക് എല്ലാവർക്കും ഞാൻ വൃത്തികേടായിട്ടുള്ള ഒരു കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടില്ല. ഇതിങ്ങനെ ചെയ്തിട്ടില്ലേ ബ്രോ, ഇത് ഫേക്കാണ്, നിങ്ങൾ എന്തിനാ ഇത് ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ള തരത്തിൽ എല്ലാവർക്കും ഞാൻ അയക്കണത്. ഞാൻ വിചാരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെന്തിനാ വെറുതെ അനാവശ്യ പ്രശ്നങ്ങളിൽ ഇടപെടുന്നത്, ഞാൻ കംപ്ലൈന്റ് കൊടുത്തിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ പിന്നെ വെറുതെ ഇവരും കൂടെ അതിൽ പെടുത്തണ്ടല്ലോ എന്നുള്ള തരത്തിൽ അയച്ചത് ഫുള്ള് എനിക്ക് പണി. ഇവരതിൽ അവരയച്ച മെസ്സേജുകളൊക്കെ കൺസെന്റ് അവര് ഈ വിഷയത്തെ വേറെ രീതിയിലേക്കാണ് കൊണ്ടുപോയത്. ഞാനൊരു പാലും കുപ്പി ആക്കി പിന്നെ എന്നിട്ട് കോമാളി. ഞാൻ എന്തിട്ട് തേങ്ങയിലും പറഞ്ഞോട്ടെ, മീൻസ് വിശ്വസിക്കണവര് വിശ്വസിച്ചോട്ടെ. നമ്മളെ ഇഷ്ടപ്പെടണവര് നമ്മുടെ അടുത്ത് അത് വന്ന് ചോദിക്കും. അപ്പൊ നമുക്ക് അവരുടെ അടുത്ത് പറയാലോ. ഇപ്പൊ നിങ്ങൾ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ബ്രോ അങ്ങനെയല്ല, ഇതിങ്ങനെയായി ഉണ്ടായത്. ഞാൻ നിങ്ങൾക്ക് ഇതേ ഇവർക്ക് ഞാൻ അതിന്റെ ചാറ്റിന്റെ ബാക്കി ഭാഗങ്ങൾ കാണിച്ചാൽ വീഡിയോയിൽ കാണിക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ അവർക്ക് പ്രൈവസി ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ ഇവർക്ക് ഞാൻ കാണിച്ചു, ഇതാണ് ബ്രോ, ഇതാണ് ഫുൾ ചാറ്റ്, ഇതിൽ പകുതി ഇങ്ങനെയാണ്, പകുതി അവർ ഉണ്ടാക്കിയതാണ്, അൺസെൻഡ് ചെയ്തിട്ട് കാണിച്ചാണ്. അങ്ങനെ എല്ലാവർക്കും നമുക്ക് പറഞ്ഞു കൊടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് സമയം ഉണ്ടാവുള്ളൂ. അപ്പോൾ അറിയാത്തവരും കൂടെ ഇതിനെ പറ്റിയിട്ട് അറിയും. അതിനും കുറേ ആൾക്കാർ ഇത് സത്യമാണെന്ന് വിശ്വസിക്കും. അപ്പോൾ പിന്നെ ഞാൻ ആ കേസ് വിട്ടു. ഞാൻ എൻ്റെ വോയിസും കാര്യങ്ങളൊക്കെ കൺസെൻറ്റ് ചെയ്തു. പിന്നെ ഈ പറഞ്ഞ ഒരു കംപ്ലൈൻറ്റ് കൊടുത്ത കേസ് അവരുടെ ഭാവിനെ എന്നെ ബാധിക്കുന്ന അറിഞ്ഞു. അതായത് ആളുടെ ജോലി, ആൾ വിദേശത്തുള്ള ഒരാളാണ്. അപ്പോൾ ആളറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി ബ്രോ എനിക്കൊരു അബദ്ധം പറ്റിയത്, ഞാൻ നിങ്ങളുടെ ട്രോള് കണ്ടു, ഞാൻ നിങ്ങളെ ട്രോളി, പക്ഷേ അത് സീരിയസ് ആയിട്ട് പോകുന്നു നമ്മൾ വിചാരിച്ചില്ല, ഞാൻ ഇതിനില്ല ബ്രോ, ഇതൊന്നും നിർത്തി തരാമെന്നുള്ള കാര്യത്തിൽ ഞാൻ ഇവർക്കൊക്കെ മെസ്സേജ് ചെയ്തു. എനിക്കിപ്പോൾ പറയണോണ്ട് ഒരു ചമ്മലും ഇല്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു പ്രശ്നമാവണ്ടെന്ന് ചോദിച്ചിട്ട് ഞാൻ ചെയ്തിട്ടുള്ളതാണ്. അതോടുകൂടി അത് തീർന്നു. പക്ഷെ ബാക്കിയുള്ള ഹേറ്റേഴ്സ് ഇത് നല്ല രീതിയിൽ സ്പ്രെഡാക്കി. ഒരു പ്രശ്നമില്ല, അവരെന്ത് തേങ്ങയിൽ ചെയ്തോട്ടെ. അപ്പോൾ ഇനി ഇതുപോലെ തന്നെ ഇതേപോലെ ഇനിയില്ല ഇനി ഞാൻ. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പൊ ഒരു ആഗ്രഹിച്ച ഒരുത്തൻ ഒരു പാവപ്പെട്ട വീട്ടിൽ നിന്ന് കയറി വന്നിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങുന്ന സമയത്ത് അത് വാങ്ങിച്ചു അത് കണ്ണാപ്പി എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിനോട് എനിക്ക് യോജിപ്പില്ല. എന്നെ കണ്ണാപ്പിന്ന് എന്ത് തേങ്ങ വേണമെങ്കിൽ വിളിച്ചോട്ടെ. പക്ഷെ പാവപ്പെട്ട എല്ലാവരും ഇപ്പൊ R15 ഒരുത്തൻ പാവപ്പെട്ട എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവൻ കൊണ്ടു നടക്കുന്ന രീതിയാണ്. അപ്പൊ അവൻ സൈലൻസർ ഊരി കളഞ്ഞ് നമ്പർ പ്ലേറ്റ് ഊരി കളഞ്ഞ് ആ ഒരു രീതിയിലാണെന്ന്, അങ്ങനെയുള്ള കേസിനല്ല ഞാൻ സപ്പോർട്ട് ചെയ്യണത്. പക്ഷെ അവൻ അവന്റെ കഷ്ടപ്പെട്ട് ജോലിക്കൊക്കെ പോയിട്ട് ഒരു വണ്ടി എടുക്കുന്ന സമയത്ത് എന്തിനാണ് ഈ കണ്ണാപ്പി എന്നൊക്കെ പറയുന്നത്? താങ്കളും അങ്ങനെ തന്നെ കയറി വന്നല്ലോ, എന്നെ എന്ത് വേണമെങ്കിൽ വിളിച്ചോട്ടെ. മീൻസ് ഞാൻ അങ്ങനെ കയറി വന്നുകൊണ്ടാണ് ഞാൻ മനസ്സിലാക്കണത്. അങ്ങനെ ഒരാൾ ആഗ്രഹത്തിൽ വാങ്ങിച്ചിട്ട് അവനിത് കാണുന്ന സമയത്ത് നല്ല വിഷമം ഉണ്ടാവും. ഇപ്പൊ ബ്രോനാണെച്ചാലും ബ്രോനെ തടിയെന്ന് ഒരു 10 പേര് ഒരുമിച്ച് വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രോനൊരു വിഷമം ഉണ്ടാവും. പക്ഷെ ബ്രോ ഇത് ആരുടെ പറയില്ലേ, പ്രത്യേകിച്ച് ആമ്പിള്ളേർക്ക് ഈ പരാതി പറയാൻ ആരും ഇല്ലേ, സ്വന്തം പെണ്ണിൻ്റെ അടുത്ത് അല്ലെങ്കിൽ അമ്മയുടെ അടുത്ത്. അതും പറയില്ലേ, നമ്മളെല്ലാവരും ഉള്ളിലിട്ടിട്ട് ഓവർ തിങ്ക് ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ എനിക്കിത് കാണുന്ന സമയത്ത് വിഷമമുണ്ട്. ഇങ്ങനത്തെ സംഭവങ്ങൾ വരുമ്പോൾ ഞാൻ പ്രതികരിക്കാറുള്ളൂ, വലിയ കുഴപ്പമില്ല. പക്ഷെ അത് വളച്ചൊടിച്ച് വരുന്ന രീതി കാണുമ്പോഴാണ് നമുക്ക് വിഷമമുള്ളൂ. അതെല്ലാവരും ഒന്നും വിശ്വസിക്കണമെന്നില്ലല്ലോ. എന്നെ ഇഷ്ടപ്പെടുന്നവർ എന്നെ ഇഷ്ടപ്പെടും, ഇഷ്ടപ്പെടാത്തവർ ഇഷ്ടപ്പെടില്ല, അത്രേ ഉള്ളൂ. ഇപ്പോൾ 2-3 വണ്ടികളുണ്ട്. ഇനി മേടിക്കാൻ ആഗ്രഹിക്കുന്ന വണ്ടി അതായിരിക്കും. എനിക്കൊരു മസ്താങ് എടുക്കണമെന്നുണ്ട്, ആഗ്രഹമാണ്. എന്തെങ്കിലുമൊക്കെ എടുക്കായിരിക്കും. അന്നേ സമയത്ത് ഈ വീഡിയോ കട്ട് ചെയ്ത് ഞാൻ BGM ഇട്ടിട്ട് ഞാൻ റീലിടും. ഞാൻ മീൻസ് 2023 25 ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്ര വർഷം എടുത്തത്. മീൻസ് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചെയ്ത് കാണിക്കുമ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ആണ്. അതേപോലെ തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു കോൺഫിഡൻസ് കൊടുക്കണ പോലെയാണ്. എല്ലാവരും ആ മൈൻഡിൽ എടുക്കുന്നല്ല പറയണത്. പക്ഷെ ചില ആൾക്കാർ ഇങ്ങനെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട്, അരുൺ ബ്രോ നിങ്ങളുടെ അമ്മയ്ക്ക് ചായക്കടയുള്ളപ്പോൾ ഞാൻ ആ ചായക്കടയിൽ വന്നിരുന്ന് ചായ കുടിച്ചിട്ടുള്ളതാണ്. അന്ന് ആ വാടക വീട്ടിൽ നിന്ന് നിങ്ങൾ ഒറ്റയ്ക്ക് ഇതൊക്കെ ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ നിങ്ങൾ വലിയൊരു സംഭവമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളെ. എൻ്റെ അടുത്ത് ഒരുപാട് ആൾക്കാർ വന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കേൾക്കുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഒരു തൃപ്തിക്ക് അവരുടെ തൃപ്തിക്ക് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ശരി, ഇപ്പൊ അമ്മയ്ക്ക് ചായക്കടയുള്ള കാര്യം പറഞ്ഞു. അച്ഛൻ +2 സമയത്ത് പോയി മരിച്ചു. അച്ഛൻ നല്ല മദ്യപാനിയായിരുന്നു. അച്ഛൻ മീൻസ് ആ ഒരു തരത്തിലായതുകൊണ്ടായിരിക്കാം ഞങ്ങൾക്ക് വീടും കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ല, വാടകയ്ക്കായിരുന്നു. ആ ഒരു വീട് വിറ്റ കാശ് കൊണ്ടാണ് ശരിക്കും ഇതിൻ്റെ ഒരു തുടക്കം എന്നൊക്കെ പറയണത്. പറഞ്ഞു ശരിക്കും വെച്ചാൽ ആ കാലത്ത് ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തിരുന്നു. ശരിക്കും സ്ട്രഗിൾ ചെയ്യാന്ന് വെച്ചാൽ ഞാനല്ല ബ്രോ, എൻ്റെ അമ്മയാണ് സ്ട്രഗിൾ ചെയ്ത് തുറന്നത്. ഞാൻ പഠിക്കുന്ന സമയമല്ലേ. പക്ഷെ എനിക്ക് ഇത്ര വയസ്സെടുത്തു എനിക്കത് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ബ്രോനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നമ്മൾക്ക് ഇപ്പൊ ചിന്തിക്കുക, ഒരു 32 വയസ്സുള്ള ഒരു സ്ത്രീ ഒരു സമൂഹത്തിലേക്ക് 2 കുട്ടികളും കൊണ്ട് ഒറ്റയ്ക്ക് ഇറങ്ങി പോകുന്ന സമയത്ത് ഉണ്ടാവുന്ന കുറെ പ്രശ്നങ്ങൾ അവർ നേരിട്ടിട്ടുണ്ട്. പക്ഷെ അവർക്ക് ഇത് ഷെയർ ചെയ്യാനൊന്നും ആരുമില്ല. ഇപ്പൊ ഭർത്താവ് മരിച്ചുള്ള ഒരു ഭാര്യയുടെ അടുത്ത് ആൾക്കാർ ഇങ്ങനെ പെരുമാറുക എന്നുള്ള തരത്തിലൊക്കെ നമുക്ക് ഇപ്പൊ ചിന്തിച്ച് ചിലപ്പോൾ മനസ്സിലായിരിക്കും. അപ്പൊ അത്തരത്തിലുള്ള ഒരു കഷ്ടപ്പാടിൽ നിന്ന് അത് തിരിച്ചറിഞ്ഞത് ഞാനൊരു 21-22 വയസ്സിലാണ്. അപ്പോൾ ആ സമയത്ത് കയറിയിട്ടുള്ളൊരു വാശിയാണ്. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ പേഴ്സണലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയയിൽ ഇടാറില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നല്ല വശങ്ങൾ ആൾക്കാർ അറിഞ്ഞോട്ടെ, എന്തിനാ എല്ലാ കാര്യങ്ങളും ആൾക്കാർ അറിയിക്കണം എന്നുള്ളൊരു ഈ ഒരു വാശിയാണെന്ന് പറഞ്ഞു. ഇപ്പോൾ 22ാമത്തെ അതിലിപ്പോൾ ഗ്യാരേജ് തുടങ്ങി, വണ്ടികൾ മേടിച്ചു, ഇഷ്ടപ്പെട്ട യാത്രകൾ നടത്തി. ഇനിയുള്ള വാശികളുള്ള ലിസ്റ്റിലുള്ള സാധനങ്ങൾ എന്തായിരിക്കും? എനിക്കങ്ങനെ മറ്റുള്ളവർക്കൊരു ഉപദ്രവം ഇല്ലാത്ത രീതിയിൽ, അതായത് ആൾക്കാർക്കൊക്കെ നമ്മളൊരു ഇഷ്ടം ഉണ്ടാവണം. ഇപ്പം നാട്ടിൽ എന്ത് പറയണം അല്ലെങ്കിൽ അവരെന്ത് പറയണമെന്നല്ല, എല്ലാവരുടെ ഇടയിൽ ഒരു നല്ല പേര് വരണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക, അങ്ങനെ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുക. ഇപ്പം എൻ്റെ അടുത്ത് ആരെങ്കിലുമൊക്കെ വന്നിട്ട് എന്തെങ്കിലും സഹായമൊക്കെ ചോദിക്കാൻ എന്നെ കൊണ്ട് സാമ്പത്തികമായിട്ടല്ല, ഇപ്പോൾ എൻ്റെ അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യങ്ങൾ എൻ്റെ അടുത്ത് ആര് വന്ന് ചോദിച്ചാൽ എന്നെ പേഴ്സണലായിട്ട് അറിയണവർക്ക് അറിയാം, ഞാൻ ചെയ്തു കൊടുക്കും. അപ്പോൾ ആ ഒരു മൈൻഡിൽ എനിക്ക് വരുന്ന ഞാനിപ്പോൾ സമ്പാദിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വിഹിതം അർഹതപ്പെട്ടവർക്ക് എത്തിക്കുക എന്നുള്ളൊരു തരത്തിൽ അങ്ങനെയൊക്കെ ജീവിച്ചു പോകണം.
അപ്പോൾ ഈ ജീവിതം അടിപൊളി ഭംഗി അടിപൊളിയാക്കും ഞാൻ. ഓക്കെ, താങ്ക് യു.